जगच्चेत्तारं सच्चिदानन्दविग्रहं सदा सुस्मेरवदनं बालकृष्णं नमाम्यहं। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। नारायणं पद्मभुवं वसिष्ठं शक्तिं च तत्पुत्रपराशरं च व्यासं शुकं गौडपदं महान्तं गोविन्दयोगीन्द्रमथास्य शिष्यं श्रीशङ्कराचार्यमथास्य पद्मपादं च हस्तामलकं च शिष्यं तं तोडकं वार्तिककारमन्यान् अस्मद्गुरून् सन्ततमानतोऽस्मि. എല്ലാവർക്കും എൻ്റെ പ്രണാമം. കഴിഞ്ഞ ദിവസം പറഞ്ഞ കഥയിൽ ഒരു തെറ്റുപറ്റിപ്പോയി. ഒരു ദുരാചാരിയായ അസന്മാർഗിയായിരുന്ന ഒരാൾ പിന്നീട് സിദ്ധപുരുഷനായി മാറി. നമ്മൾ മാണിക്യവാചക സ്വാമികൾ എന്നാണ് അന്ന് പേര് പറഞ്ഞത്. മാണിക്യവാചക സ്വാമികളല്ല, അരുണഗിരിനാഥരാണ്. ഞാൻ പറഞ്ഞത് മാണിക്യവാചക സ്വാമികൾ എന്നാണ്. മാണിക്യവാചക സ്വാമികളല്ല, അരുണഗിരിനാഥ സ്വാമികളാണ്. പെട്ടെന്ന് പരിവർത്തനം സംഭവിച്ച് തൻ്റെ പരസ്ത്രീ ഗമനമൊക്കെ നിർത്തി പെട്ടെന്ന് ഈ ജ്ഞാനമാർഗത്തിലേക്ക് അദ്ദേഹം അന്ന് ആ കഥയിൽ ഞാൻ മുഴുവൻ പറഞ്ഞില്ല. അപ്പോൾ തൻ്റെ സഹോദരി ഇങ്ങനെ എൻ്റെ കയ്യിൽ കാശില്ല, ഇന്ന് ഞാൻ വന്നാൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ അത് വല്ലാതെ ഹൃദയത്തിൽ തറച്ചു. അദ്ദേഹം എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ തിരുവണ്ണാമല അരുണാചല ശിവക്ഷേത്രം ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ നിന്ന് ഇനിയിപ്പോൾ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി മുകളിൽ നിന്ന് എടുത്ത് ചാടിയെന്നാണ്. സുബ്രഹ്മണ്യൻ വന്ന് അദ്ദേഹത്തെ രക്ഷിച്ചു. അദ്ദേഹത്തെ ഈ സ്വാമികളെ കൈകളിലേന്തി എന്നാണ് കഥ. അങ്ങനെ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതനായി എന്നാണ് കഥ. അപ്പോൾ ഞാൻ പറഞ്ഞത് ആള് മാറിപ്പോയി. മാണിക്യവാചക സ്വാമികളല്ല, അരുണഗിരിനാഥരാണ്. നമുക്കിന്ന് വായിക്കാനുള്ളത് ഒഴിവിലൊടുക്കത്തിലെ 63-ാമത്തെ പദ്യം മുതൽക്കാണ്. മകവാൻ കൺപാർത്തവർക്ക് മാൺപായ് തനക്ക് ഭഗമായി ഇലച്ചൈ വിടാ പൺപായ് ശകമാണ കണ്ണാരി പോൽ വേട കണ്ണാടി കാട്ടു തവം എണ്ണൂഴി കാലം ഇരുന്ന് എൻ കാൺ എന്ന് അവസാനിക്കുമെന്ന് പറഞ്ഞു ചിലത്. കേൾ, കാൺ, പാർ, ഇങ്ങനെ. ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ എന്ത് പ്രയോജനം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ എൻ. മകവാൻ കൺ പാർത്തവർക്ക് മാൺപായ്. മഘവാൻ അവിടെ ദീർഘത്തിൽ പറയുന്നുണ്ടെങ്കിലും സംസ്കൃതത്തില് മഘവാൻ തന്നെയാണ്, സംസ്കൃതം തന്നെയാണ്. മഘവാവ് ഇന്ദ്രൻ എന്നർത്ഥം, ദേവേന്ദ്രൻ. മഘവാൻ കൺപാർത്തവർക്ക്. ഈ പദ്യത്തിന്റെ അർത്ഥം വ്യാഖ്യാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും ദേവേന്ദ്രന് പറ്റിയ ഒരു അബദ്ധത്തിന്റെ കഥ. ദേവേന്ദ്രൻ ഗൗതമ മഹർഷിയുടെ പത്നിയായ അഹല്യയിൽ അനുരക്തനായി. ഇന്ദ്രനാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മനുഷ്യ മനസ്സിൽ നിന്നും ഏറെയൊന്നും വ്യത്യാസമില്ല ദേവ മനസ്സിൽ. ഈ കാമം എന്നുള്ളത് അതിശക്തമായ വികാരമാണ്. പക്ഷി മൃഗാദികളിൽ പോലും അത് വളരെ ശക്തമായി നിലകൊള്ളുന്നു. അതുകൊണ്ട് ദേവനാണ്, മനുഷ്യനാണ്, വിദ്യാഭ്യാസമുണ്ട്, വലിയ സ്ഥാനമാനങ്ങളിൽ കഴിയുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഈ ദേവേന്ദ്രൻ എന്തു ചെയ്തു? ഗൗതമ മഹർഷിയുടെ പത്നി അഹല്യ, ഈ അഹല്യയാണ് ശ്രീരാമൻ തൻ്റെ പാദസ്പർശം കൊണ്ട് മുക്തയാക്കി തീർത്തത്. എന്താ ചെയ്തത്? അവര് പതിവ്രതയാണ് അഹല്യ. ഒരു ദിവസം ഈ അതിരാവിലെ ഗൗതമ മഹർഷി പ്രാതസ്നാനത്തിനായി നദിയിലേക്ക് പോയി, കുളിക്കാൻ വേണ്ടി പോയി. ആ സമയത്ത് ഇന്ദ്രൻ ഗൗതമ മഹർഷിയുടെ വേഷം ധരിച്ച് അഹല്യയുടെ അടുത്തെത്തി. അപ്പൊ അഹല്യ ചോദിച്ചു, അങ്ങ് കുളിക്കാൻ പോയതല്ലേ, ഇത്ര പെട്ടെന്ന് മടങ്ങി വന്നോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം എന്തോ ഒരു സമാധാനം പറഞ്ഞു. എന്തായി? അഹല്യയെ ഇന്ദ്രൻ അഹല്യയുമായിട്ട് സംഗമിച്ചു. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഗൗതമ മഹർഷി മടങ്ങി വരുന്നത്. ഇന്ദ്രനെയും തൻ്റെ പത്നിയെയും ഒരുമിച്ച് കണ്ടു, ശാപം കൊടുത്തു. അഹല്യയെ കല്ലായി മാറട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. അതറിയാം. ഇന്ദ്രന് കിട്ടിയ ശാപം അറിയാമോ? ഈ കഥയൊക്കെ പറയണമെന്ന് തന്നെ പലപ്പോഴും ആലോചിച്ചു പോകും. എന്നാലും കഥയല്ലേ, മഹർഷിമാര് പുരാണങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള കഥയായതുകൊണ്ട് പറയുന്നതിൽ ദോഷമൊന്നുമില്ല. അതില് ഈ അഹല്യ പതിവ്രതയായതുകൊണ്ട് ഭർത്താവല്ലാത്ത ഒരു പുരുഷൻ ഭർത്താവിന്റെ വേഷത്തിൽ വന്നാൽ കണ്ടുപിടിക്കണമായിരുന്നു. പക്ഷേ അവർക്കത് സാധിച്ചില്ല. അതിന് കാരണമായിട്ട് പറയുന്നത്
അവർക്ക് ആ സമയത്ത് ഒരു പാതിവ്രത്യ ഭംഗം സംഭവിച്ചുവെന്നും അവളുടെ ഉള്ളിലും കാമമുണ്ടായി എന്നുമൊക്കെയാണ്. അതെന്തോ ആയിക്കൊള്ളട്ടെ, സംഭവിച്ചത് സംഭവിച്ചു. ഗൗതമ മഹർഷി വന്നു അഹല്യയെ ശപിച്ച് കല്ലാക്കി. ഇന്ദ്രനെ ശപിച്ചത് സ്ത്രീ ജനനേന്ദ്രിയത്തിലുള്ള അമിതമായ ആഗ്രഹം കൊണ്ടാണല്ലോ തൻ്റെ ഭാര്യയെ പ്രാപിക്കാൻ ഇന്ദ്രൻ എത്തിയത്. അതുകൊണ്ട് നിന്റെ ശരീരം മുഴുവൻ സ്ത്രീയുടെ ജനനേന്ദ്രിയമായി തീരട്ടെ. അപ്പൊ ശരീരമുണ്ട്, അതിൽ മുഴുവൻ സ്ത്രീ ജനനേന്ദ്രിയത്തിന്റെ അടയാളങ്ങളാണ്. എത്ര മോശമായിരിക്കും! ഇതിൽ പരം ദയനീയമായ ഒരു ശാപം ഇനി കിട്ടാനുണ്ടോ ആർക്കെങ്കിലും? എന്തു ചെയ്തു? ലജ്ജിച്ച് നിരാശനായി ഗൗതമ മഹർഷിയോട് മോചനം ആവശ്യപ്പെട്ടു. ഇതുപോലെ ആർക്കും ഉണ്ടാവരുത്. ഞാൻ ചെയ്തത് മഹാപാപമായി പോയി. ഒരു ഋഷിപത്നിയെയാണ് പ്രാപിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിച്ചപ്പോൾ ഗൗതമ മഹർഷിയുടെ മനസ്സലിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഈ ചിഹ്നം മാറിയിട്ട് ശരീരം മുഴുവൻ കണ്ണുകളാകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സഹസ്രാക്ഷൻ എന്നുള്ള പേര് ഈ ദേവേന്ദ്രന് കിട്ടിയത്. ശരീരം മുഴുവൻ കണ്ണുകൾ. ഈ കഥയുടെ പശ്ചാത്തലം അറിഞ്ഞാലേ ഈ പദ്യത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവും. ഇനി പറയാം. മഘവാൻ കൺപാർത്തവർക്ക് മാൺപായി. മഘവാവ് എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രൻ. അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ കണ്ണാണ്. കാണുന്നവർക്ക് കണ്ണായിട്ടാണ്. ദേഹം മുഴുവൻ കണ്ണുകളുള്ള ആ ഒരു പടം നിങ്ങൾ ശുചീന്ദ്രൻ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ? ആ ശുചീന്ദ്രൻ ക്ഷേത്രത്തിന്റെ ഗോപുരത്തിൽ കയറണം. കയറി എത്രാമത്തെ നിലയാണെന്ന് എനിക്കറിയില്ല, ഒരു നിലയിൽ ചുവർ ചിത്രമായിട്ട് ഈ ശരീരം മുഴുവൻ കണ്ണുകളുള്ള ദേവേന്ദ്രനെയും അഹല്യയെയും ഒക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇനി പോവുകയാണെങ്കിൽ കാണുക. ഇപ്പോഴെനിക്ക് അത് അവിടെ ഉണ്ടോയെന്നറിയില്ല. കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ പോയപ്പോൾ കണ്ടതാണ്. വേറെ പടം എന്തെങ്കിലും വരച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു ചിത്രം ശുചീന്ദ്രൻ ക്ഷേത്രത്തിന്റെ ആ ഗോപുരത്തിന്റെ മുകളിൽ ചുവരിൽ വേറെയും ഒരുപാട് ഈ ശൈവ ശിവഭക്തന്മാരുടെ വേറെയും ചരിത്രങ്ങൾ അവിടെ പടമായിട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. മഘവാൻ കൺപാർത്തവർക്ക് എന്താ? ദേവേന്ദ്രന്റെ ശരീരം മുഴുവൻ അനേകം കണ്ണുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് കാണുന്നവർക്ക് മാൺബായി. ദേവേന്ദ്രനാണ്. മാൺബ് എന്ന് പറഞ്ഞാൽ കണ്ണുകൾ മുഴുവൻ ശരീരം മുഴുവൻ കണ്ണുകൾ ഉണ്ടാകുന്നത് അത്ര നല്ലതല്ലെങ്കിലും കാണുന്നവർക്ക് അതൊരു സുന്ദരമായി തോന്നാം. പലർക്കും അങ്ങനെ തോന്നിയെന്നാണ്. ഒരു തരത്തിലുള്ള വൈരൂപ്യമാണ്. എന്നാലും കണ്ണ് എന്ന് പറയുന്നത് പൊതുവെ കാണാൻ ഭംഗിയുള്ളതാണല്ലോ. അത്ര വിരൂപതയൊന്നും ഈ കണ്ണിലില്ല. അപ്പൊ ദേഹത്തിന് മുഴുവൻ കണ്ണ്. അപ്പൊ കാണുന്നവർക്ക് അതിൽ ഒരു അഴക് തോന്നി അവർ ദേവേന്ദ്രനെ ആരാധിച്ചു എന്ന് വരാം. മാൺബായ് എന്ന് പറഞ്ഞാൽ മാൺബ് മിക് എന്നൊക്കെ പറഞ്ഞാൽ ആദരണീയനായ. ഈ തമിഴിലുള്ള പ്രസംഗത്തിലൊക്കെയാണ് മാൺബ് മിക് അമൈച്ചറവർകളെ എന്ന് പറഞ്ഞാൽ ആദരണീയനായ മന്ത്രിയെ എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ കാണുന്നവർക്ക് ഒരു ആദരവ് ഇന്ദ്രനിൽ ജനിപ്പിക്കുന്നതാണ് ഈ കണ്ണുകൾ. എങ്കിലും തനക്ക് ഭഗമായി ഇലച്ചൈ വിടാ പൺപായി. ഇലച്ചൈ എന്ന് പറഞ്ഞാൽ ലജ്ജ. ഇന്ദ്രന് ഈ കണ്ണുകളെ കുറിച്ച് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ എന്താണ്? ഈ ഉണ്ടാവുന്നതിന് മുമ്പ് അതിന്റെ സ്ഥാനത്ത് എന്തായിരുന്നു? സ്ത്രീ ജനനേന്ദ്രിയമായിരുന്നു. അപ്പോ അത് തൻ്റെ താൻ മാപ്പപേക്ഷിച്ചത് കൊണ്ട് ആ ശാപത്തിൽ ഒരു ഇളവുണ്ടാക്കി അത് കണ്ണിന്റെ രൂപത്തിലാക്കിയതാണ്. ആര്? ഗൗതമ മഹർഷി. അപ്പൊ മറ്റുള്ളവർ ഇന്ദ്രനെ വളരെ ആദരവോടുകൂടി നോക്കുമ്പോഴും അദ്ദേഹം സ്വയം ഉള്ളിൽ എന്താണ് കരുതുക? ഭഗമായി. ഭഗം എന്ന് പറഞ്ഞാൽ സംസ്കൃതമാണ്. സ്ത്രീ ജനനേന്ദ്രിയം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഭഗഹ എന്നൊക്കെ പറഞ്ഞ് പരമശിവന്റെ പര്യായ പദങ്ങളും ഉണ്ട്. പരമശിവന്റെ ഒരു പേരും അങ്ങനെ ഉണ്ട്. ഭഗവാൻ എന്നുള്ളതിന് വേറെയാണ് അർത്ഥം. ഭഗം എന്നുള്ളതിന് 8 വിധത്തിലുള്ള ഐശ്വര്യം, അതിനെയാണ് ഭഗം എന്ന് പറയുന്നത്. അങ്ങനെ അർത്ഥമുണ്ട്. അത് ആർക്കുണ്ടോ അദ്ദേഹം ഭഗവാൻ. ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ വിജയസ്യ ച ജ്ഞാന വിജ്ഞാനയോശ്ചൈവ ഷണ്ണാം ഭഗ ഇതീരിത. ഈ 6 ഗുണങ്ങൾ, അതിനെയാണ് ഭഗം എന്ന് പറയുന്നത്. ഈ 6 ഗുണങ്ങളെയും ചേർത്ത് അത് ഉള്ളയാൾ ഭഗവാൻ, ഭഗമുള്ളവൻ ഭഗവാൻ. പക്ഷെ ആ അർത്ഥമല്ല ഇവിടെ. ഇന്ദ്രൻ തന്നെ കുറിച്ച് എന്താ വിചാരിക്കുന്നത്? ഭഗമായി. അദ്ദേഹത്തിന് അറിയാം ആ കണ്ണുകൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് അവിടെ എന്തായിരുന്നു എന്നുള്ളത്. അദ്ദേഹം ഇലച്ചൈ വിടാ പൺപായി. അദ്ദേഹത്തിന് സ്വയം ഒരു നാണക്കേടാണ് തോന്നുന്നത്. മറ്റുള്ളവർ വളരെ
വിശേഷമായി ഈ കണ്ണുകളെ നോക്കുകയും അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതിന്റെ ഉദ്ഭവം താൻ ചെയ്തു കൂട്ടിയ ഒരു ദുഷ്പ്രവൃത്തി, അതിന് ശാപം കിട്ടിയതാണ് ഈ കണ്ണുകൾ, അല്ലെങ്കിൽ ആ കണ്ണിന് മുമ്പുണ്ടായിരുന്ന ചിഹ്നം. അത് ഇയാൾക്ക് നാണക്കേടുണ്ടാക്കുന്നതാണ്. മറ്റുള്ളവർ അതിനെ വലുതായി കരുതുമ്പോഴും മഹത്വമേറിയതായി കരുതുമ്പോഴും അദ്ദേഹത്തിന് തന്നോട് തന്നെയാണ് പുച്ഛം തോന്നുന്നത്. ആർക്ക്? ഇന്ദ്രന്. ലജ്ജയിവിടാ പൺപായി, സ്വയം ലജ്ജിക്കുന്ന അതേസമയം ലോകർ ആരാധിക്കുന്ന സഹസ്രാക്ഷ ഇന്ദ്രന്റെ ഒരു പര്യായപദമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് ഉള്ളിൽ അവജ്ഞയാണ് തോന്നുന്നത്. ലജ്ജയിവിടാ പൺപായി, അതുപോലെ അദ്ദേഹത്തിന് നാണക്കേടുണ്ടാക്കുന്നതാണ് ഈ കണ്ണുകൾ. എന്ത് കാര്യം പറയാനാണ് ഇത് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ശഹമാണ കണ്ണാരി പോൽ, ജഹമാണ കണ്ണാരി പോൽ. ശഹം എന്നാണ് ഇതിൽ, ചാ ജ, ചില സ്ഥലത്ത് ജ എന്ന് വായിക്കുമ്പോ ഇതില് ശഹം മാണ. ശഹം എന്ന് പറഞ്ഞാൽ ജഗം, ജഗത്ത്, ലോകം എന്നർത്ഥം. ലോകം മാണ എന്ന് പറഞ്ഞാൽ ലോകർ ആരാധിക്കുന്ന, ലോകർ പുകഴ്ത്തുന്ന. അതിനെ ഇന്ദ്രൻ സ്വയം വിലയിരുത്തുന്നത് എങ്ങനെയാ? കണ്ണാരി പോൽ. കണ്ണാരി, കണ്ണാരി, ഇത് സന്ധിയിലാണ് കണ്ണാരി എന്നാണ് ആവുന്നത്. കണ്ണാരി എന്ന് തമിഴിൽ പറഞ്ഞാൽ വേശ്യ എന്നർത്ഥം. നാരി, സ്ത്രീ, നമുക്കറിയാം. കണ്ണാരി എന്ന് പറഞ്ഞാൽ തൻ്റെ നോട്ടം കൊണ്ട്, ആ കണ്ണുകൾ കൊണ്ട് പുരുഷന്മാരെ ആകർഷിക്കുന്ന സ്ത്രീ. അതാണ് കണ്ണാരി, കണ്ണാരി എന്നാവുന്നത്. വേശ്യ, അഭിസാരിക എന്നർത്ഥം. കണ്ണാരി പോൽ എന്ന് പറഞ്ഞാൽ അവസാനിക്കാത്ത നാണക്കേടുണ്ടാക്കുന്ന വിശേഷത്തോടു കൂടിയ വേശ്യ. സാധാരണ ഈ വേശ്യയുടെ അടുത്ത് പോകുന്ന പുരുഷന്മാർ അവളിൽ ആകൃഷ്ടരായിട്ടാണല്ലോ അവളെ സമീപിക്കുന്നത്. പക്ഷേ ആ സ്ത്രീക്ക് സ്വയം തൻ്റെ തൊഴിലിനോട് വെറുപ്പ്, അറപ്പാണ്. ഏതെങ്കിലും ഒരു അഭിസാരിക താൻ ഇന്ന ജോലിയാണ് ചെയ്യുന്നത്, ഇന്ന തൊഴിലാണ് ചെയ്യുന്നത് എന്ന് 4 പേരുടെ മുമ്പിൽ ധൈര്യത്തോടുകൂടെ, അല്ലെങ്കിൽ ആ നാണക്കേടില്ലാതെ പറയും. ഇന്ന് അതൊക്കെ ഫാഷനായി കാണും. ഇന്നത്തെ കാര്യമല്ല. ഒരു കാലത്ത് സംസ്കാരവും സദാചാരവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഏറ്റവും നീചമായ തൊഴിലാണ് ശരീരം വിൽക്കുക എന്നുള്ളത്. കാശിന് വേണ്ടി ശരീരം വിൽക്കുന്ന തൊഴിലാണല്ലോ ഈ വേശ്യാവൃത്തി. അപ്പൊ അത് വളരെ മോശപ്പെട്ട ഒന്നായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ഈ കണ്ണാരി പോൽ ആണ് എന്ത്? ഇന്ദ്രന്റെ കാര്യം. ഇന്ദ്രനും ഇതേ ഭാവമാണ്. മറ്റുള്ളവർ തന്നെ തൻ്റെ കണ്ണുകളെ നോക്കി, ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അസംഖ്യം കണ്ണുകളെ നോക്കി അദ്ദേഹം സ്വയം ഉള്ളിൽ അദ്ദേഹത്തിന് അപമാനം തോന്നും, മറ്റുള്ളവർക്ക് അദ്ദേഹത്തോടൊരു ആരാധനയും തോന്നും. അതുപോലെ തന്നെയാണ് ഈ വേശ്യയുടെ കാര്യത്തിലും. മറ്റുള്ളവർ ഈ സ്ത്രീയുടെ രൂപത്തിൽ ആകൃഷ്ടരായി ഇവരെ സമീപിക്കും. പക്ഷേ ആ സ്ത്രീക്ക് തന്നെക്കുറിച്ചുള്ള വിലയിരുത്തൽ മഹാമോശമാണ്. താൻ ഏറ്റവും ദുഷിച്ച തൊഴിൽ ചെയ്യുന്ന ഒരു സ്ത്രീയാണ് എന്നാണ്. അതാണ് കണ്ണാരി പോൽ. ആരുടെ കാര്യമാ ഇവിടെ പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചാൽ, വേടക്കണ്ണാടി കാട്ടു തവം. വേടക്കണ്ണാടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ടാ വരുന്നത് ഷാക്ക് പകരമാണ്. വിഷം വിടം, വൃഷഭം വിടവം, ഇങ്ങനെയാണ്. അപ്പൊ ഇവിടെ വേടക്കണ്ണാടി എന്ന് പറഞ്ഞാൽ വേഷക്കണ്ണാടി എന്ന് വേണം അർത്ഥം എടുക്കാൻ. അല്ലാതെ വേടൻ, കാട്ടിലുള്ള വേടൻ, ആ അർത്ഥം എടുക്കരുത്. ടാക്ക് പകരം ഷാ എഴുതുക. എല്ലായിടത്തുമല്ല, ചില സ്ഥലങ്ങളിൽ. അപ്പോ വേടക്കണ്ണാടി എന്ന് പറഞ്ഞാൽ വേഷക്കണ്ണാടി കാട്ടു തവം. വേഷക്കണ്ണാടി എന്ന് പറഞ്ഞാൽ എന്താ? വേഷം കണ്ണാടി പോലെ പ്രദർശിപ്പിക്കുക എന്നർത്ഥം. അതായത് കപട വേഷം ധരിക്കുക. കള്ള സന്യാസിമാരെ കുറിച്ച് അന്നേ എഴുതി വെച്ച പദ്യമാണ്. യഥാർത്ഥത്തിൽ ആ സന്യാസ ഗുണങ്ങളൊന്നും ഉള്ളിലില്ലാതെ, വിരക്തിയോ വിവേകമോ ഒന്നുമില്ലാതെ കാഷായവും ദണ്ഡകമണ്ഡലവും എടുത്ത് ലോകരെ പറ്റിക്കുന്ന കൂട്ടർ അന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. വേടക്കണ്ണാടി, വേഷക്കണ്ണാടി എന്ന് പറഞ്ഞാൽ എന്താ? സന്യാസിയുടെ തിളക്കമാർന്ന കാഷായ വസ്ത്രം. തിളങ്ങുന്നത് അഗ്നിജ്വാലയുടെ നിറമാണ്. ഇതൊക്കെ വളരെ ഒരുപാട് ആലോചിച്ച് എടുത്ത തീരുമാനങ്ങളാണ്. അതായത് ഒരു സന്യാസി അല്ലെങ്കിൽ ജ്ഞാനി അഗ്നിയുടെ പ്രതീകമാണ്. അഗ്നി എന്തിന്റെ പ്രതീകമാണ്? ജ്ഞാനത്തിന്റെ പ്രതീകം. ജ്ഞാനത്തിന്റെ പ്രതീകം അഗ്നി. ആ അഗ്നിയുടെ നിറമാണ് കാഷായത്തിനുള്ളത്.
നമ്മൾ ഓറഞ്ച് നിറം, മഞ്ഞ നിറം എന്നൊക്കെ പറയും. ശരിക്കും അഗ്നിജ്വാലയുടെ ആ ചുവപ്പും മഞ്ഞയും കലർന്ന നിറമാണ് ശരിക്കുള്ള കാഷായ വസ്ത്രത്തിന്. അപ്പോൾ താൻ അഗ്നിസ്വരൂപനാണ്, ജ്ഞാനസ്വരൂപനാണ് എന്ന് കാണിക്കാനും കൂടെയാണ് ഈ കാഷായ വസ്ത്രം ഉടുക്കുന്നത്. അതിനകത്ത് വേറെയും ഒരു തത്വം ഒളിഞ്ഞു കിടക്കുന്നു. അഗ്നിയാണ്, എന്നോട് അടുക്കണ്ട, ലൗകികന്മാർക്ക് ഇങ്ങോട്ട് പ്രവേശമില്ല, അവരുടെ ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ വെന്ത് വെണ്ണീറാവും എന്നർത്ഥം. അഗ്നി ദഹിപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ലൗകികമായ ലാഭവും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ അഗ്നിയുടെ അടുത്ത് വരണ്ട എന്നുള്ളതും ഒക്കെയാണ് ഈ കാവ്യവസ്ത്രം ധരിക്കുന്നതിന്റെ പുറകിലുള്ളത്. വേടക്കണ്ണാടി, സന്യാസിയുടെ തിളക്കമാർന്ന കാവ്യവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള തപസ് കൊണ്ട് വിശേഷപ്പെട്ടത്. തപസ്സിലൂടെയാണല്ലോ ജ്ഞാനം കൈക്കലാക്കുക. പക്ഷേ ഈ കപടവേഷധാരികൾ, കപട സന്യാസികൾ, പൂച്ച സന്യാസി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, എന്താ ചെയ്യുന്നത്? ഉള്ളിൽ വിരക്തിയോ ഒന്നുമില്ല. അവർക്ക് സമൂഹത്തിൽ ഒരു നിലയും വിലയും വേണം. വലിയ പണച്ചെലവൊന്നുമില്ലാതെ ഒരു കാഷായം വാങ്ങിക്കാൻ എത്ര രൂപ വേണം? കുറച്ച് ഭസ്മം വാരി പൂശുക, പറ്റുമെങ്കിൽ കുറച്ച് ദിവസം മുടി വെട്ടാതിരിക്കുക. അപ്പോൾ ജടയും മീശയും താടിയും ഒക്കെ തനിയെ വളർത്തോളും. അതിന് വേറെ പ്രത്യേകിച്ച് വളമൊന്നും ഇട്ട് കൊടുക്കണ്ട, തനിയെ ശരീരത്തിൽ നിന്ന് വളരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വേഷവും കെട്ടി ഏതെങ്കിലും മരത്തിന്റെ ചുവട്ടിലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലങ്ങളിലോ ചെന്നിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ ചുറ്റും ആളുകൂടും. കാരണം നമ്മുടെ ഭാരതീയ സംസ്കാരം ഈ സന്യാസിമാർക്ക് പരമപ്രാധാന്യം നൽകിയിട്ടുള്ള ഒന്നാണ്. നമ്മുടെ ശാസ്ത്രവാക്യം തന്നെ കാഷായ ദണ്ഡമാത്രേണ യതി പൂജ്യോ ന സംശയ എന്നാണ്. ഒരു ആൾ, അയാള് വെറും താൻ തോന്നി ദുരാചാരി ആയിക്കൊള്ളട്ടെ, അയാള് കാഷായ ഉടുത്തിട്ടുണ്ടോ, കയ്യില് ദണ്ഡമുണ്ടോ, ദണ്ഡി സന്യാസി, അവരാണ് ദണ്ഡി സന്യാസി എന്ന് പറയുന്നത്. ദണ്ഡമില്ലാതെയും സന്യാസം സ്വീകരിക്കാം, ദണ്ഡവും കമണ്ഡലത്തോടു കൂടിയും സന്യാസം സ്വീകരിക്കാം. ഇനി ഒന്നുമില്ലാതെ അവധൂതൻ എന്നുള്ള കൂട്ടരുമുണ്ട്. അവർക്ക് ബാഹ്യമായ ചിഹ്നങ്ങളൊന്നും കാണില്ല, കാഷായം ഉടുത്തിട്ടുണ്ടാവില്ല, ദണ്ഡം ഉണ്ടാവില്ല, കമണ്ഡലം ഉണ്ടാവില്ല. അവധൂതന്മാർ, എല്ലാറ്റിനെയും ത്യജിച്ചവർ. ഈ സന്യാസ ചിഹ്നങ്ങൾ പോലും അവർക്ക് വേണ്ട. അങ്ങനെയുള്ള കൂട്ടരുമുണ്ട്. അവധൂതന്മാരാണ് ഏറ്റവും വിശേഷപ്പെട്ടവർ, ശ്രേഷ്ഠർ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ കാവ്യവസ്ത്രവും ധരിച്ചുകൊണ്ട് എവിടെയെങ്കിലും ചെന്നിരുന്ന് ആൾക്കാരുടെ ആദരവും പൂജയും ബഹുമാനവും, പിന്നെ ചിലർ സമ്പത്ത് കാശ് കൊണ്ടു കൊടുക്കും, സ്വാമിക്ക് എന്തെങ്കിലും ഇരിക്കട്ടെ എന്ന്, അത് പാത കാണിക്കുക എന്ന പേരിൽ വാങ്ങിച്ചു വെക്കുകയാവാം. പൈസ എന്നൊന്നും പറയരുത്. സന്യാസിമാർക്കൊക്കെ കൊടുക്കുന്നത് അവരെ വീട്ടിൽ വിളിച്ച് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഭിക്ഷ എന്നാണ് പറയുന്നത്. ഞാനൊരു സന്യാസിയെ വിളിച്ച് ഊണ് കൊടുത്തു, സദ്യ കൊടുത്തു, അങ്ങനെ പറയരുത്. ഇന്ന് നമ്മുടെ വീട്ടിലായിരുന്നു സന്യാസിക്ക് ഭിക്ഷ. വിഭവസമൃദ്ധമായ സദ്യ ആയിരിക്കും, പക്ഷെ സദ്യ എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്, ഭിക്ഷ. അതുപോലെ ദക്ഷിണ പൈസ കൊടുത്തു, ഞാൻ 1001 രൂപ കൊടുത്തു എന്നല്ലേ, പാത കാണിക്ക് സമർപ്പിച്ചു. ഇങ്ങനെയൊക്കെയാണ് സന്യാസിമാരുമായിട്ട് വ്യവഹരിക്കുമ്പോൾ, അല്ലെങ്കിൽ സന്യാസിമാരെ കുറിച്ച് വ്യവഹരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട വാക്കുകൾ. അപ്പൊ ഇവിടെ സന്യാസിയുടെ തിളക്കമാർന്ന കാവ്യവസ്ത്രം ധരിച്ചുകൊണ്ട് അദ്ദേഹം വലിയ തപസ്വിയാണെന്നും ഒക്കെ ഭാവിച്ച് ഇരിക്കുന്നു. പക്ഷേ അയാളുടെ ഉള്ളിൽ എന്തായിരിക്കും? താൻ ഒന്നിനും കൊള്ളാത്ത, നയാ പൈസയ്ക്ക് വിലയില്ലാത്ത വെറും സാധാരണക്കാരനേക്കാളും മോശം. ഈ വേഷത്തിനാണ് ഈ മഹത്വമൊക്കെ കിട്ടുന്നത്, ഈ ആദരവൊക്കെ ഈ വസ്ത്രത്തിനും ഭസ്മത്തിനും കഴുത്തിൽ ധരിച്ചിരിക്കുന്ന രുദ്രാക്ഷമാലയ്ക്കും ഒക്കെയാണ്. ഞാൻ ആരാണെന്നുള്ളത് എനിക്ക് നല്ല പോലെ അറിയാം. അയാളെക്കുറിച്ച് ഒരു മോശമായ അഭിപ്രായമുണ്ട്. അത് മാത്രമല്ല, താൻ മറ്റുള്ളവരെ വഞ്ചിക്കുന്നു എന്നുള്ള ഒരു കുറ്റബോധവും അയാളുടെ ഉള്ളിലുണ്ട്. ഒരുവിധം നല്ല ആളാണെങ്കിൽ, നിവൃത്തികേട് കൊണ്ട് അയാൾ അതൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ശരി. അപ്പോൾ ഈ സന്യാസിക്ക് തന്നെക്കുറിച്ചുള്ള വിലയിരുത്തൽ വളരെ മോശമായിരിക്കും. അതാണ് ഈ കണ്ണാടി പോലെയുള്ള വേഷം. കണ്ണാടി എന്താ ചെയ്യുന്നത്? കണ്ണാടിയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നവരെ അത് പ്രതിഫലിപ്പിക്കും. അവരുടെ പ്രതിഫലനം അതിനകത്ത് കാണാം, നിഴൽ ഛായ കാണാം. നമ്മൾ ഒരു വ്യക്തിയിൽ കാണുന്നത് നമ്മെ തന്നെയാണ്. ഇത് നല്ലതുപോലെ മനസ്സിലായിപ്പോ. നമ്മൾ ഒരു സന്യാസി, ഒരാൾ കാഷായ വസ്ത്രം ധരിച്ച് നമ്മുടെ വീട്ടിനടുത്തോ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് സന്യാസിമാരെ കുറിച്ച് ഒരാശയം ഉണ്ടാവുമല്ലോ നമ്മുടെ മനസ്സിൽ. അതായിരിക്കും നാം അയാളിൽ കാണുന്നത്. അയാളുടെ തനിനിറം എന്താണെന്ന് നമുക്കറിയില്ല. ഇനി ഒരാൾക്ക് സന്യാസിമാരെ കുറിച്ച് അങ്ങേയറ്റ അവജ്ഞയും പുച്ഛവുമാണ് ഉള്ളിലുള്ളതെന്ന് വിചാരിക്കൂ.
യഥാർത്ഥ സന്യാസി വന്നാൽ പോലും അയാൾ പുച്ഛത്തോടെ ആയിരിക്കും നോക്കുന്നത്. അതായത് നാം നമ്മുടെ ആശയത്തെ പുറമേ ഒട്ടിച്ചു വെച്ചിട്ട് അതിനെയാണ് കാണുന്നത്. ഒരു കള്ളന് എല്ലാവരും കള്ളന്മാരാണെന്ന് തോന്നും, പോലീസുകാരനും തോന്നും. ഈ രണ്ടുപേരുടെ ദൃഷ്ടിയിലും എല്ലാവരും കള്ളന്മാരാണ്. ഇവൻ ഒരു വണ്ടി പോകുമ്പോൾ ഇവന്റെ കയ്യിൽ RC ബുക്ക് കാണത്തില്ല, ഇല്ലെങ്കിൽ ഇൻഷുറൻസ് ഇവ ശരിക്കും അടഞ്ഞിട്ടില്ല, ചില മറ്റേ ഹെൽമെറ്റ് അതിനകത്ത് വെച്ചോണ്ട് ഇവരെ കാണുമ്പോൾ എടുത്ത് തലയിൽ വെക്കും. ഇദ്ദേഹത്തിനൊക്കെ നല്ലവർ അറിയാം, ട്രാഫിക്കിലല്ലേ. അപ്പൊ രണ്ടു കൂട്ടരാണ് ഈ എല്ലാരെയും കള്ളനായിട്ട് കാണുന്നത്. ഒന്ന് കള്ളനും മറ്റേത് പോലീസിന്റെ തുറന്ന എല്ലാ സംശയദൃഷ്ടിയോടുകൂടി നോക്കുക എന്നുള്ളതാണ്. അവരുടെ തൊഴിൽ അങ്ങനെ ആയാലേ പറ്റൂ. അവരാരെയും അന്ധമായിട്ട് വിശ്വസിക്കാൻ പാടില്ല. എല്ലാവരെയും ഒരു ചെറിയ സംശയദൃഷ്ടിയോടുകൂടി അങ്ങനെയല്ലേ കള്ളന്മാരെ അവർ പിടിക്കുന്നത്. എല്ലാവരും നല്ലവരാണ്, ധാർമ്മികരാണ് എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കള്ളന്മാരെ എങ്ങനെ പിടിക്കാൻ പറ്റും? അപ്പൊ എല്ലാവരെയും ഒരു അല്പം സംശയത്തോടു കൂടി ആയിരിക്കും നോക്കുന്നത്. അതിന് ഈ ഒറിജിനൽ കള്ളന്മാരും വന്ന് പെടും, സാധാരണക്കാർ പെടും. പക്ഷെ സംസാരിച്ച് വരുമ്പോൾ അയാൾ പാവമാണ്, അങ്ങനെ ഉപേക്ഷിച്ച് വിട്ടേക്കും, ഒന്നും ഉപദ്രവിക്കാതെ അങ്ങ് വിടും. അപ്പോൾ ഈ വേഷം എന്നുള്ളത് കണ്ണാടിയാണ്. എന്തുകൊണ്ടാണ് ആ കണ്ണാടി എന്നുള്ള വാക്ക് ഇവിടെ പ്രയോഗിച്ചത്? അതിനാണ് ഞാൻ പറയുന്നത്. നമ്മൾ കണ്ണാടിയിൽ ചെന്ന് നിന്നാൽ നമ്മുടെ പ്രതിരൂപമായിരിക്കും അതിൽ കാണുക. നമുക്ക് ഒന്നിനെ കുറിച്ച് എന്താശയമാണോ ഉള്ളത് അത് മാത്രമേ നമ്മൾ ഒന്നിനെ കാണുമ്പോൾ ഉണ്ടാവൂ. അല്ലാതെ ആ വസ്തു നമ്മുടെ ഉള്ളിൽ ഒരാശയവും ജനിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ വേടക്കണ്ണാടി, കാട്ടുതവം, അവര് തപസ്സൊക്കെ ഉള്ളവരായിട്ട് ഭാവിക്കും, കണ്ണൊക്കെ അടച്ചിരിക്കും. പക്ഷെ അയാളുടെ ഉള്ളിൽ എന്താണ് അദ്ദേഹത്തിനും അറിയാം, ജഗദീശ്വരനും അറിയാം. കപടവേഷധാരികൾ എത്ര പേര് ലോകത്തെ പറ്റിക്കുന്നറിയാമോ? ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ ദോഷം യഥാർത്ഥത്തിലുള്ള സന്യാസികളെയും ആളുകൾ സംശയദൃഷ്ടിയോടുകൂടി നോക്കുന്നു. നമ്മളൊരു പഴഞ്ചൊല്ല് പറയുമല്ലോ മലയാളത്തില്, ചൂടുവെള്ളം വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറഞ്ഞതുപോലെയാണ്. ഇവിടെ ചൂടുവെള്ളമൊന്നും അതിന്റെ പുറത്ത് വീണിട്ടില്ല. ഏതോ ചില സന്യാസിമാര് കപടവേഷധാരികളാണ്. അതുകൊണ്ട് യഥാർത്ഥ സന്യാസികളെയും ജനങ്ങൾ അവജ്ഞയോടുകൂടെ പുച്ഛത്തോടുകൂടെ വീക്ഷിക്കാൻ തുടങ്ങുന്നു. അപ്പൊ അവരുടെ ഈ തപസ്സുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ തപസ് ചെയ്യുന്നു, അല്ലെങ്കിൽ താൻ തപസ്വിയാണ് എന്നുള്ള ഭാവമൊക്കെ ലോകരെ പറ്റിക്കാം. അങ്ങനെയുള്ളവർ എത്ര കാലം ഈ വേഷം ധരിച്ച് ഈ ഭൂമുഖത്ത് സഞ്ചരിച്ചാലും ഒരു പ്രയോജനവും അയാൾക്കും ഉണ്ടാകാൻ പോകുന്നില്ല, ഈ ജനങ്ങൾക്കും ഉണ്ടാകാൻ പോകുന്നില്ല. രണ്ടു പേർക്കും യാതൊരുവിധ പ്രയോജനവുമില്ല. 800 കാലം ഇരുന്ന് 800 കാലം എന്ന് പറഞ്ഞാൽ അസംഖ്യം വർഷങ്ങൾ, അനേക വർഷങ്ങൾ ഈ ഭൂമുഖത്ത് ഈ കപടവേഷവും ധരിച്ചുകൊണ്ട് ഇങ്ങനെ കുറെ പേർ നടന്നതുകൊണ്ട് ആർക്കെന്ത് പ്രയോജനം? അതാണ് 800 കാലം ഇരുന്ന് എന്ത് പ്രയോജനം? അവർ സ്വയം അധപ്പതിക്കുന്നു, മറ്റുള്ളവരെ വഞ്ചിക്കുകയും ചെയ്യുന്നു. മഹാപാപമാണ് ചെയ്യുന്നത്. നിങ്ങളായിട്ടിരിക്കൂ സ്വയം. ഒന്നാമത്തെ അധ്യായത്തിന്റെ അവസാന പദ്യമാണ്. അധ്യായമല്ല, അതിന് നമ്മൾ പറയുന്നത് അധികാരം എന്നാണ് പറയുന്നത്. ഈ ആധ്യാത്മികതയിൽ ഒരൊറ്റ നിയമമേ നമുക്ക് പാലിക്കാനുള്ളൂ, കാപട്യം പാടില്ല. നിങ്ങൾ വാസ്തവത്തിൽ എന്താണോ അതായിട്ട് ജീവിക്കൂ. മറ്റുള്ളവരെ താൻ യഥാർത്ഥത്തിൽ എന്താണോ അതല്ലാത്ത മറ്റൊന്നായി പ്രകടിപ്പിക്കാൻ നോക്കരുത്. അത് മറ്റുള്ളവരെ ചതിക്കുന്നതിന് തുല്യമാണ്, വഞ്ചിക്കുന്നതിന് തുല്യമാണ്. അതൊരിക്കലും ചെയ്യരുത്. ആ പാപത്തിന് പരിഹാരമില്ല എന്നാണ്. ഒരാളെ പറ്റിച്ചാൽ തന്നെ എന്തുമാത്രം ശിക്ഷയാണ്. ഇത് ഒരു ജനസമൂഹത്തെ, ആൾക്കൂട്ടത്തെയാണ് ഈ കപടവേഷധാരികൾ കബളിപ്പിക്കുന്നത്. അത് പൊറുക്കാൻ പറ്റാത്ത, മാപ്പർഹിക്കാത്ത മഹാപാപമാണ്. ആ പാപം ഏത് ഗംഗയിൽ ചെന്ന് കുളിച്ചാലും, ഏതൊക്കെ പുണ്യതീർത്ഥങ്ങളിൽ ചെന്ന് സ്നാനം ചെയ്താലും ആ പാപം നീങ്ങാൻ പോകുന്നില്ല. ഇതോടുകൂടി ഒന്നാമത്തെ അധികാരം, എന്താണ് അതിന്റെ പേര്? വേദാഗമത്ത് പൊതുവിൽ ഉപദേശം. അതാണ് ഒന്നാമത്തെ അധികാരം, അല്ലെങ്കിൽ ഒന്നാമത്തെ അധ്യായത്തിന്റെ പേര്. അത് ഈ പദ്യത്തോടു കൂടി അവസാനിക്കുന്നു. ഇതിന്റെ മലയാളം വ്യാഖ്യാനം കൂടെ വായിക്കാം. ദേവേന്ദ്രന്റെ 1000 കണ്ണുകളെ നോക്കുന്നവർക്ക് അദ്ദേഹത്തോട് വളരെ ആദരവും ആശ്ചര്യവുമാണ് ഉണ്ടാവുക. ആദരവും, കാരണം ദേഹത്ത് മുഴുവൻ കണ്ണുള്ള വേറെ ആരെ കാണാൻ പറ്റും? ലോകത്ത് ആരെയും കാണാൻ പറ്റില്ലല്ലോ ഇതുപോലെ. ദേവേന്ദ്രനാകട്ടെ ആ കണ്ണുകളുടെ ഉത്പത്തിയെക്കുറിച്ച് ചിന്തിച്ച് ലജ്ജയാണ് അതേസമയം ഉള്ളിലുണ്ടാകുന്നത്. ആ ലജ്ജ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളതിന്റെ കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വേഷവിധാനം ചെയ്ത് രൂപലാവണ്യം വരുത്തി
ലോകരെ മയക്കുന്ന വേശ്യകളെ പോലെ ചിലർ കപടവേഷം ധരിച്ച് സന്യാസികളായി നടിച്ച് ലോകരുടെ ആരാധനയ്ക്കും വിശ്വാസത്തിനും പാത്രമാകാൻ വളരെ യത്നം ചെയ്യുന്നുണ്ട്. അത്തരം കപട തപസ്വികൾക്ക് എത്ര യുഗം കഴിഞ്ഞാലും മേന്മയുണ്ടാകാൻ പോകുന്നില്ല. എണ്ണൂഴി കാലമിരുന്ന് യുഗങ്ങളോളം, കൊല്ലങ്ങളല്ല യുഗങ്ങളോളം ഈ കപടവേഷവും ധരിച്ച് ആളുകളുടെ മുമ്പിൽ ഞെളിഞ്ഞ് ഞാൻ വലിയ തപസ്വിയാണ്, സന്യാസിയാണ്, വിരക്തനാണ് എന്ന് പറഞ്ഞു നടന്നതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ജീവിച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അത്തരം കപട തപസ്വികൾക്ക് എത്ര യുഗം കഴിഞ്ഞാലും മേന്മയുണ്ടാകാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ ഈദൃശ ഹീനപ്രവൃത്തി മൂലം, ഇത്തരത്തിലുള്ള ഹീനപ്രവൃത്തി മൂലം അവർ അടിക്കടി അധപ്പതിക്കുകയേ ചെയ്യുകയുമുള്ളൂ. ഇതെന്തുകൊണ്ടാണ് അടിക്കടി അധപ്പതിക്കുന്നു എന്ന്? എന്തൊക്കെയാണെങ്കിലും കുറെയൊക്കെ നമ്മുടെ വേഷത്തിനനുസരിച്ച് നമ്മൾ വേഷം കെട്ടാറില്ലേ? വേഷം കെട്ടുക എന്നുള്ളത് മലയാളത്തിൽ മോശമായ അർത്ഥത്തിലാണ് പ്രയോഗിക്കുക. എന്നാലും വേഷത്തിനനുസരിച്ച് നമ്മൾ കുറെയൊക്കെ നമ്മളെ മാറ്റാറുണ്ട്. അപ്പൊ ഇത്രയും ആളുകൾ വന്ന് കാൽക്കൽ പ്രണമിക്കുകയും ഒരു മഹാത്മാവാണെന്നൊക്കെ വിചാരിക്കുമ്പോൾ കുറെയൊക്കെ അദ്ദേഹം അറിയാതെ തന്നെ ഈശ്വരനാമങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരില്ലേ? പക്ഷെ അതിൽ കാപട്യമാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് താൻ ലോകരെ കബളിപ്പിക്കുകയാണെങ്കിലും അവരറിയാതെ ചില സമയത്ത് അവരുടെ മനസ്സ് ഈശ്വര ഭാവത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അല്ലാത്ത സമയത്ത് അവര് പറ്റിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അടിക്കടി അധപ്പതിക്കുകയേ ചെയ്യുകയുമുള്ളൂ. ആകയാൽ മോക്ഷാർത്ഥം യത്നം ചെയ്യുന്നവർ കപടത ദൂരെയകറ്റി സ്വയം ആത്മാർത്ഥമായി പ്രയത്നിക്കേണ്ടത് ആവശ്യമെന്ന് ഈ വെൺപായിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു. കാപട്യം ഏറ്റവും വേണ്ട ഒരു സാധകന് വേണ്ട ഏറ്റവും, അതായത് അധ്യാത്മമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു സാധകന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ആർജവം. എന്താണ് ഈ ആർജവം? ഋജുവായിരിക്കുന്ന അവസ്ഥ. ഋജു എന്ന് പറഞ്ഞാൽ നേരെ, വളവില്ലാതെ, നേരെ ഇരിക്കുന്നത്, വളവോ ചരിവോ ഒന്നും ഇല്ലാതെ ഋജുവായത്. ആ ഋജുവായിരിക്കുന്ന സ്വഭാവമാണ് ആർജവം. എന്താണ് ഋജുവായിരിക്കുക? ചിന്തിച്ചതിനെ പറയുക, പറഞ്ഞതിനെ ചെയ്യുക. മനസ്സ്, വാക്ക്, ശരീരം, ഇതാണ് നമുക്കുള്ള 3 കരണങ്ങൾ. ചിന്തിച്ചത് എത്ര പേർ പുറത്ത് പറയാറുണ്ട്? എന്ത് ചിന്തിക്കുന്നു? ഇപ്പൊ ഞാൻ നിങ്ങളെ കാണുന്നു, നിങ്ങളെ കണ്ടിട്ട് എൻ്റെ മനസ്സിൽ ഒരു വിചാരം വരികയാണ്, ഞാൻ അതുപോലെ നിങ്ങളോട് പറയുമോ? എത്ര പേര് പറയും? കാരണം നമുക്ക് മിക്കവാറും ആൾക്കാരെ കുറിച്ച് നല്ല അഭിപ്രായമൊന്നുമില്ല. അപ്പോൾ ഈ മോശമായ അഭിപ്രായം ഒരാളോട് പറയാൻ തന്നെ നമുക്ക് ലജ്ജയായിരിക്കും. അതിന് നമ്മുടെ മനസ്സ് സമ്മതിക്കില്ല. അത് കേട്ട് കഴിഞ്ഞാൽ അയാളുടെ പ്രതികരണം എന്തായിരിക്കും? എല്ലാം കൂടെ തടി കേടാകുന്ന ഏർപ്പാടാണ്. അപ്പോ ഈ 3 കരണങ്ങളിലും മനസ്സ്, വാക്ക്, ശരീരം, അതായത് ചിന്തിച്ചത് പറയുക എന്ന് പറഞ്ഞാൽ അത് പുറമെ പ്രകടിപ്പിക്കുക, പറഞ്ഞത് ചെയ്യുക. വാക്കും പ്രവൃത്തിയും തമ്മിൽ അന്തരമുണ്ടാവരുത്. തമിഴിലൊരു ചൊല്ലുണ്ട്, പഠിക്കരുത് രാമായണം, ഇടിക്കരുത് പെരുമാകോവിൽ. ഭാഗവതം എന്നും ചൊല്ലുക. പഠിക്കരുത് ഭാഗവതം അല്ലെങ്കിൽ രാമായണം, ഇടിക്കരുത് പെരുമാൾ കോവിൽ എന്ന് പറഞ്ഞാൽ എന്താ? വായിക്കുന്നതൊക്കെ രാമായണവും ഭാഗവതവും ഒക്കെയാണ്. രാത്രി ചെന്ന അമ്പലമാണ് ഇടിക്കുന്നത്. അമ്പലം ഇടിച്ച് അതിനകത്തുനിന്ന് മോഷണം. പകല് പാരായണം, അത് ഭാഗവതവും രാമായണവും ഒക്കെ. രാത്രി ഇടിക്കുന്നത് പെരുമാൾ കോവിൽ. പെരുമാൾ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു എന്നാണ് അർത്ഥം. മഹാവിഷ്ണുവിന്റെ അമ്പലമാണ് ചെന്ന് ഇടിക്കുന്നത് രാത്രി. അതായത് വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു പൊരുത്തവുമില്ല. അതാണ് കപടതയുടെ ലക്ഷണം. ആ കാപട്യം ഒരു അധ്യാത്മ സാധകന് ഒരിക്കലും ചേർന്നതല്ല. ഒരിക്കലും ചേർന്നതല്ല. അയാളുടെ സ്വഭാവം ഋജുവായിരിക്കണം, ആർജവമായിരിക്കണം. അയാളുടെ കൈമുതൽ വേറെ ഒന്നും വേണ്ട. ശമം, ദമം അതൊക്കെ അവിടെ ഇരിക്കട്ടെ, യോഗം അതെല്ലാം അവിടെ ഇരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അധ്യാത്മമാർഗത്തിൽ സഞ്ചരിക്കുന്നവർ മാത്രമല്ല, സാധാരണക്കാർ ഞാൻ ആർജവം എന്നുള്ള ഒരു ഗുണത്തെ ഇന്ന് മുതൽ പരിശീലിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ എന്തു തോന്നുന്നോ ഒരാളെ കുറിച്ചുള്ള അഭിപ്രായം അത് ഞാൻ അയാളോട് പറയും. നടപ്പുള്ള കാര്യമാണോ അത്? പക്ഷെ അതാണ് ആർജവം. കാരണം നമ്മുടെ മനസ്സ് മഹാമോശമാണ്. ആരെക്കുറിച്ചും അത് നല്ലതൊന്നും ചിന്തിക്കില്ല. ഒരാളിൽ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് മാത്രം നമ്മൾ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയിട്ട് ആ കുറ്റം കണ്ടുപിടിച്ച് ബാക്കിയുള്ളവരോട് പറഞ്ഞുകൊണ്ട് നടക്കും. ഇതാണ് മനുഷ്യന്റെ സ്വഭാവം. അപ്പൊ ആർജവം എന്നുള്ള ഗുണം വളരെ അത്യാവശ്യമാണ്.
ഇനി നമുക്ക് രണ്ടാമത്തെ അധികാരത്തിലേക്ക് കടക്കാം. എന്ന് പറഞ്ഞാൽ രണ്ടാം അധ്യായം. അതിൻ്റെ പേര് ശക്തി നിവാദത്ത് ഉത്തമർ ഒഴിവ്. ശക്തി നിവാദം എന്ന് പറഞ്ഞാൽ ശക്തി നിവാദം, ശക്തി പതിക്കുക. ഇതൊക്കെ ശൈവ സിദ്ധാന്തത്തിലും ഈ തമിഴ്നാട്ടിലുള്ള സിദ്ധന്മാരുടെ പദപ്രയോഗമാണ്. അതായത് ഈശ്വരൻ്റെ ഒരു കാരുണ്യ ശക്തി നമ്മളിൽ വീഴും. കരുണാ കടാക്ഷം എന്നല്ല, ഒരു ശക്തിപാദം, ശക്തി പതിക്കാൻ തുടങ്ങും. അത് നമ്മിൽ പ്രതീക്ഷിക്കാൻ പറ്റാത്ത മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. ഈ മഹാ ദുരാചാരിയായിട്ടുള്ളവര് ചെറിയ ഒരു സംഭവം കൊണ്ട് നല്ലവരായ എത്രയെത്ര ഉദാഹരണങ്ങളുണ്ടെന്നറിയാമോ? ഇതെങ്ങനെ ആ പരിവർത്തനം ഇത്ര പെട്ടെന്ന് എങ്ങനെയാ ഉണ്ടാവുന്നത്? ചെയ്ത പുണ്യമാവാം, ഈശ്വരന്റെ അനുഗ്രഹമാവാം. ആ ഈശ്വര അനുഗ്രഹത്തെ തന്നെയാണ് ശക്തി നിവാദം എന്ന് പറഞ്ഞാൽ ശക്തി നിവാദം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർ ഉത്തമർ, ഉത്തമന്മാർക്ക്, പുണ്യശാലികൾക്ക് മാത്രമേ ഈ ശക്തി നിവാദം ഉണ്ടാവൂ. ആ ശക്തി നിവാദം ഉണ്ടാകുമ്പോൾ ആർക്കാണ്? വിരക്തന്മാർ, ഭാഗ്യശാലികൾ, പുണ്യവാന്മാർ. അവർക്ക് ഈ ശക്തി നിവാദം ഉണ്ടാകുമ്പോൾ പരമേശ്വരന്റെ അല്ലെങ്കിൽ ജഗതീശ്വരന്റെ മായ വഴിമാറിത്തരുന്നു. മായ ഒരു മറ പോലെ ആ സത്യത്തെ അറിയാൻ പറ്റാതെ മൂടിയിരിക്കുകയാണ്. അത് മാറാൻ ഈശ്വരാനുഗ്രഹം മാത്രമേ നമ്മെ സഹായിക്കൂ. നമ്മുടെ സാധനയും അതൊക്കെ ഒരു ഭാഗത്തിരിക്കും. പക്ഷെ ആ ഭഗവത് കൃപ കൊണ്ട് മാത്രമേ ഈ മായയാകുന്ന തിരശീല അകലുകയുള്ളൂ. തിരൈ, തമിഴിൽ തിരൈ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തോന്നും കടലിൽ വരുന്ന തിരയാണ്. തിരശീല മലയാളത്തിലുണ്ടല്ലോ ആ വാക്ക്. അവിടെ തിര എന്നുള്ളതിന് വെള്ളിത്തിര, സ്ക്രീൻ, കർട്ടൻ, സ്ക്രീൻ എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. സിൽവർ സ്ക്രീൻ, അതാണ് വെള്ളിത്തിര. അപ്പൊ ഇവിടെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഭഗവത് ശക്തിയായ മായയുടെ മൂടുപടം അകലുന്നത്. അത് ഭഗവാൻ തന്നെ അകറ്റിത്തരണം. എന്നാലേ അദ്ദേഹത്തിനെ നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റൂ. അവൻ അരുളാൽ അവൻ താഴ് വണങ്ങി. താഴ് അല്ല, താൾ. തമിഴിൽ താൾ എന്ന് പറഞ്ഞാൽ പാദം എന്നാണ് അർത്ഥം. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഭഗവത് പാദങ്ങളെ ആശ്രയിക്കാൻ നമുക്ക് തോന്നുന്നത്. നമ്മുടെ ബുദ്ധി ആ ദിശയിലേക്ക് സഞ്ചരിക്കുന്നത് ഈശ്വരാനുഗ്രഹം കൊണ്ടാണ്. അവൻ അരുളാൽ അവൻ താൾ വണങ്ങി. ഉപനിഷത്തും പറയുന്നുണ്ട്, തസ്യ പ്രസാദാത് യമേ വൈഷഹി വൃണുതേ തേന ലഭ്യഃ ന്യായമാത്മാ പ്രവചനേന ലഭ്യോ ന മേധയാ ബഹുനാശ്രുതേന യമേ വൈഷഹി വൃണുതേ തേന ലഭ്യഃ. ഒരു തസ്യൈഷ ആത്മാ വിവൃണുതേ തനൂം സ്വാം. നാലാമത്തെ വരി മറന്നുപോയി, താങ്ക് യു. തസ്യൈഷ ആത്മാ വിവൃണുതേ തനൂം സ്വാം. ആരിലാണോ ഈ ആത്മാവ് പ്രസാദിക്കുന്നത് അയാൾക്ക് തൻ്റെ മായയുടെ തിരശീല മാറ്റിക്കൊടുക്കും ഈ ആത്മാവ്. ആ മായയ്ക്കപ്പുറത്തുള്ള തൻ്റെ തേജോമയമായ രൂപത്തെ, ആ അദ്വൈത സത്യത്തെ അദ്ദേഹം കാണിച്ചു കൊടുക്കും. ഇത് തന്നെയല്ലേ ഈശാവാസ്യോപനിഷത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? മൂടപ്പെടുന്നു പൊൻപാത്രം കൊണ്ട് സത്യമതിന്മുഖം തുറക്കുകതുനീ പൂഷൻ സത്യധർമ്മന്നു കാണുവാൻ. അതിന്റെ സംസ്കൃതതാണ് ഹിരൺമയേന പാത്രേണ സത്യസ്യാപിഹിതം മുഖം തത്വം പൂഷൻ അപാവൃണു സത്യധർമായ ദൃഷ്ടയേ. ഈ സത്യധർമ്മന് മലയാളമാകുമ്പോൾ നല്ല സുന്ദരമായ മലയാളത്തിലാണ് ശ്രീനാരായണ ഗുരുദേവൻ അത് തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഇതിനേക്കാളും നല്ല ഒരു തർജ്ജമ സാധ്യമല്ല എന്ന് തന്നെ പറയാം. മൂടപ്പെടുന്നു പൊൻപാത്രം കൊണ്ട് സത്യമതിന്മുഖം. വ്യാഖ്യാനമാണോ? വേണ്ടല്ലോ. സത്യത്തിന്റെ മുഖം പൊൻപാത്രം കൊണ്ട് മൂടപ്പെടുന്നു. ഇവിടെ ഏതാണ് പൊൻപാത്രം? സൂര്യന്റെ തേജോമയമായ ആ രൂപമുണ്ടല്ലോ, കണ്ണഞ്ചിപ്പിക്കുന്ന ആ പ്രകാശം, അത് സ്വർണം കൊണ്ടുള്ള ഒരു മൂടി, അടപ്പാണ് എന്നാണ് പറയുന്നത്. അത് ആ അടപ്പ് കൊണ്ട് മൂടപ്പെടുന്നത് കൊണ്ട് അങ്ങ് യഥാർത്ഥത്തിൽ ആരാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. മൂടപ്പെടുന്ന പൊൻപാത്രം കൊണ്ട് സത്യമതിന്മുഖം. എന്താണ് അതിൻ്റെ ഉള്ളിൽ? സത്യം, ബ്രഹ്മമാണ് പ്രകാശിക്കുന്നത്. പക്ഷേ ഈ പ്രകാശമുണ്ടല്ലോ, കണ്ണഞ്ചിപ്പിക്കുന്ന ഈ പ്രകാശം, സ്വർണവർണ്ണത്തിലുള്ള ആ പ്രഭാത സൂര്യന്റെ പ്രകാശം, അതിനാണല്ലോ പൊൻനിറം, സ്വർണ്ണ നിറം. അത് അങ്ങയെ മറച്ചതിന്റെ ലക്ഷണമാണ്. കാരണം അങ്ങയുടെ യഥാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത് ബോധമാണ്, ആത്മസ്വരൂപമാണ് അങ്ങയുടേത്. അപ്പോ അത് ഞാൻ വിചാരിച്ചാൽ കാണാൻ പറ്റില്ല. മൂടപ്പെടുന്ന പൊൻപാത്രം കൊണ്ട് സത്യം അതിന്മുഖം തുറക്കുകതു നീ പൂഷൻ. ഹേ പൂഷൻ, ഹേ സൂര്യഭഗവാനെ, ആ മൂടി, ആ അടപ്പൊന്ന് എടുത്തു മാറ്റുമോ? മാറ്റൂ
എന്തിനാ? സത്യധർമ്മനു കാണുവാൻ. ഞാൻ സത്യധർമാവാണ്, സത്യജിജ്ഞാസുവാണ്, സത്യം സാക്ഷാത്കരിക്കണം എന്ന് തീവ്രമായ ആഗ്രഹമുള്ളവനാണ്. എനിക്ക് കാണാനായി ദയവായി ആ പൊൻപാത്രത്തിൻ്റെ മൂടി അല്ലെങ്കിൽ ആ സ്വർണം കൊണ്ടുള്ള ആ അടപ്പ് ഒന്ന് മാറ്റിത്തരൂ, ഞാൻ അങ്ങയുടെ തേജോമയമായ രൂപത്തെ ദർശിക്കട്ടെ. അതാണ് ഇവിടെയും. ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ആവരണ ശക്തിയും വിക്ഷേപ ശക്തിയും മാറിക്കിട്ടുന്നത്. രണ്ട് ശക്തിയാണ് മായയ്ക്കുള്ളത്, ആവരണ ശക്തിയും വിക്ഷേപ ശക്തിയും. ആവരണ ശക്തിയെയും വിക്ഷേപ ശക്തിയെയും കുറിച്ച് നമ്മൾ വിശദമായി വിവേക ചൂടാമണിയിൽ വായിച്ചതാണ്. എന്നാലും വേഗത്തിലൊന്ന് പറഞ്ഞു പോകാം. സത്യത്തെ മറയ്ക്കുന്ന ഒരംശം ഈ മായാശക്തിക്കുണ്ട്, അതാണ് ആവരണ ശക്തി. അങ്ങനെ സ്വരൂപത്തെ മറച്ചതിന് ശേഷം അതിനെ മറ്റൊന്നായി കാണിക്കണം, എന്നാലേ ഈ ഭ്രമം ഫലപ്രദമാവുകയുള്ളൂ. അതുകൊണ്ട് ഉള്ളതിനെ മറയ്ക്കുന്നത് ആവരണ ശക്തി, എന്നിട്ട് അതിനെ മറ്റൊന്നെന്ന പോലെ കാണിക്കണം, അതാണ് വിക്ഷേപ ശക്തി. ഇതിൽ ആവരണ ശക്തി തമോ ഗുണത്തിൻ്റെയും വിക്ഷേപ ശക്തി രജോ ഗുണത്തിൻ്റെയും സ്വഭാവമാണ്. അപ്പൊ പിന്നെ ഈ സത്യത്തെ കാണിച്ചു തരുന്നതോ അത് സത്വഗുണത്തിന്റെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് രജസ്തമസ്സുകളെ നീക്കി, ഈ രണ്ട് ഗുണങ്ങളെ നീക്കി സത്വഗുണത്തെ വർദ്ധിപ്പിക്കണം എന്ന് നമ്മുടെ ശാസ്ത്രങ്ങളിലെല്ലാം പറയുന്നത്. അപ്പോൾ ആ ഭഗവാന്റെ അരുൾ ശക്തി, അദ്ദേഹത്തിൻ്റെ ആ അനുഗ്രഹ ശക്തി മായയെ നീക്കം ചെയ്യുന്നത്, അത് പക്ഷേ ആചാര്യനിലൂടെ ആവാം, ചിലർക്ക് ആചാര്യനില്ലാതെ തന്നെ ആ ഭഗവാൻ തന്നെ ഗുരുവായി ആ മായയെ നീക്കിത്തന്നു എന്നും വരാം. എല്ലാവർക്കും മനുഷ്യരൂപത്തിലുള്ള ഗുരുക്കന്മാർ ഇല്ല. മനുഷ്യരൂപത്തിലുള്ള ഗുരുവിനെ കിട്ടിയാൽ നല്ലത്, പക്ഷെ കിട്ടിയില്ല എന്ന് വിചാരിച്ച് വിഷമിക്കുകയും വേണ്ട. ഉള്ളിലിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് നമ്മുടെ ഗുരു. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനെ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ദക്ഷിണാമൂർത്തി സ്വാമികളുടെ ആ ധ്യാനം, അതിൻ്റെ ആ ധ്യാന ശ്ലോകം തന്നെ ഇങ്ങനെയാണ്: ഈശ്വരനെ കാണിച്ചു തരുന്നത് ഗുരു. ആ ഗുരു നീയാണ് ഈശ്വരൻ, നിന്റെ ഉള്ളിൽ അന്തരാത്മാവായിരിക്കുന്നു ഈശ്വരൻ എന്നാണ് കാണിച്ചു തരുന്നത്. ഇത് മൂന്നും ഒന്നിൻ്റെ തന്നെ പ്രതിരൂപങ്ങളാണ്. പുറത്തുള്ള ഗുരു, പ്രപഞ്ച സൃഷ്ടാവായ ഈശ്വരൻ, തൻ്റെ ഉള്ളിൽ തൻ്റെ അന്തർയാമിയായിരിക്കുന്ന ആ ആത്മാവ്. ഇതെല്ലാം ഒന്നിൻ്റെ മൂന്ന് പ്രകടനങ്ങൾ. ഒരു പ്രകടനം വേറൊരു പ്രകടനത്തെ കാണിച്ചു തരുന്നു. ആ കാണിച്ചു തരാൻ വേറൊരു പ്രകടനം അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഒരു സദ്ഗുരുവിനെ കിട്ടുന്നത്. ഈ ഭഗവാൻ ആത്മസ്വരൂപം തന്നെ. ഈ സദ്ഗുരു സാധകന്റെ അടുത്ത്, ശിഷ്യന്റെ അടുത്ത് വന്നിട്ട് എന്താ ചെയ്യുന്നത്? അന്തർമുഖനായി തീരൂ, ഉള്ളിലേക്ക് തിരിയൂ എന്ന് പറയുന്നു. ആ ഗുരുവും ആത്മസ്വരൂപം തന്നെ. ഇനി സാധകൻ ഉള്ളിലേക്ക് തിരിഞ്ഞാൽ കണ്ടെത്തുന്നതും ഇതേ ആത്മസ്വരൂപത്തെ തന്നെ. അപ്പോൾ മൂന്ന് മൂർത്തിയായി ഒരേ സത്യം വിളങ്ങുന്നു. ഒന്ന് പ്രപഞ്ചത്തിന്റെ ആധാരമായ ഈശ്വരൻ, രണ്ട് തൻ്റെ ഉള്ളിലുള്ള അന്തരാത്മാവ്, മൂന്ന് ഗുരു. അങ്ങനെ മൂന്ന് രൂപത്തിൽ പ്രകടമാകുന്ന ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് എൻ്റെ നമസ്കാരം എന്നാണ് ആ പദ്യത്തിൻ്റെ അർത്ഥം. നമുക്കിനി 64-ാമത്തെ പദ്യം വായിക്കാം. ആ മലയാളം പുസ്തകത്തിൽ ഓരോ അധ്യായം തുടങ്ങുമ്പോഴും 1, 2, 3 എന്നാണ് തുടങ്ങുന്നത്. ആദ്യത്തേതൊക്കെ 1, 1, 1, 2, 1, 3. ഇതിൽ 2, 1, 2, 2 എന്നാണ്. എൻ്റെ കയ്യിലുള്ള പുസ്തകത്തിൽ കണ്ടിന്യൂസ് നമ്പറിംഗ് ആണ്. ഒന്നാമത്തെ അധികാരത്തിൽ 63 പദ്യങ്ങളാണ്. അതിനെ തുടർന്ന് 64, 65 എന്ന്. അപ്പോൾ അങ്ങനെ നിങ്ങൾ നമ്പർ വേണമെങ്കിൽ, ആ കണ്ടിന്യൂസ് നമ്പർ വേണമെങ്കിൽ ബ്രാക്കറ്റിൽ ഇട്ടോളൂ. ഞാനിപ്പോൾ കണ്ടിന്യൂസ് നമ്പർ പറഞ്ഞു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ 64 എന്ന് പറയുമ്പോൾ നിങ്ങൾ 2-ാം അധികാരത്തിലെ 1-ാമത്തെ പദ്യം 65 എന്ന് പറയുമ്പോൾ അതിൻ്റെ അടുത്ത നമ്പർ ഇട്ടോളുക. അങ്ങനെ ഇട്ട് പോയിക്കോളുക. ഞാനിപ്പോൾ ഇതിൽ ഞാൻ നമ്പർ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് എളുപ്പമുള്ളതല്ലേ ഞാൻ നോക്കും. അപ്പോൾ 64-ാമത്തെ പദ്യം അല്ലെങ്കിൽ 2-ാം അധികാരത്തിലെ ആദ്യത്തെ പദ്യം: ശരിയാതി നാൻകിനുക്കും ശാലോകമാതി വരുമാർ എന കളിത്ത വള്ളൽ ഗുരുരായൻ ജ്ഞാനത്തിർ പക്കുവർഗണാൽവർക്ക് ഉപദേശം ആനത്തെയു നികഴ്ത്തിനാൻ. സന്ധി പിരിക്കുന്നത് ഞാൻ സന്ധി പിരിച്ചു വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ വായിക്കാൻ ഒരു ഇടയ്ക്കിടയ്ക്ക് തടസ്സം വരുന്നത്. ഞാൻ പെൻസിൽ കൊണ്ട് സന്ധി പിരിച്ചു വെച്ചിട്ടുണ്ട്, എന്നാലേ അർത്ഥം വ്യക്തമായിട്ട് പറയാൻ പറ്റും. ശരിയാതി നാൻകിനുക്കും ശാലോകമാതി. നമ്മൾ 4 കാര്യങ്ങൾ പറഞ്ഞു ഈ ശൈവ സിദ്ധാന്തത്തിലുള്ള: ചര്യ, ക്രിയ, യോഗം, ജ്ഞാനം. ഇങ്ങനെ 4.
അത് ഓരോന്നും കൊണ്ട് ഏത് തരം മുക്തിയാണ് കിട്ടുന്നത്? നമ്മൾ മുക്തി ദുഃഖമോചനം എന്നുള്ളത് ഒന്നാണ് എന്ന് പറയുന്നെങ്കിലും 4 തരത്തിലുള്ള മുക്തികളെയാണ് പറയുന്നത്. സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യമല്ല സായുജ്യം. ഇത് കൂടെ തെറ്റിപ്പോകുന്ന വാക്കാണ്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ആ തെറ്റ് വരാൻ കാരണമുണ്ട്. ബാക്കിയുള്ള എല്ലാറ്റിലും യു ദീർഘമുണ്ട്. യു അല്ല, അല്ലെങ്കിൽ ഓ. സാലോക്യം, സാരൂപ്യം, അല്ല സാമീപ്യം, സാരൂപ്യം എല്ലാറ്റിലും ദീർഘമാണല്ലോ. അപ്പോ സായുജ്യം ഇല്ല, സായുജ്യം. പഴയൊരു മലയാള സിനിമ വന്നിട്ടുണ്ട്, സായുജ്യം. പ്രേം നസീറിന്റെ ഒരു സിനിമയാണെന്ന് തോന്നുന്നു. അതിലും സായുജ്യം തന്നെയാണ് ആ സിനിമ പോസ്റ്ററിൽ എഴുതി വെച്ചിരിക്കുന്നത്. പോട്ടെ, നമ്മൾ പറയുമ്പോൾ സായുജ്യം, സയുക് എന്നുള്ള ഭാവം. സയുക് എന്ന് പറഞ്ഞാൽ ഒന്നായിരിക്കുക, വ്യത്യാസമില്ലാതിരിക്കുക. ആ മുക്തിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ മുക്തി സായുജ്യമാണ്. അതായത് ഭക്തൻ ഭഗവാൻ എന്നുള്ള ഭേദം അപ്രത്യക്ഷമാകും. ബാക്കി 3 തരം മുക്തികളിലും ആ ഭേദമുണ്ട്. എന്തുകൊണ്ടുണ്ടെന്ന് പറഞ്ഞു? സാലോക്യം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ലോകത്തിൽ വസിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടുക. പുണ്യം കൊണ്ടാണ് അത് കിട്ടുന്നത്. വൈകുണ്ഠത്തിലോ കൈലാസത്തിലോ ചെന്ന് ഭഗവാന്റെ ലോകത്ത് കഴിയുക എന്ന് പറഞ്ഞാൽ അതാണ് സാലോക്യം. ഒരേ ലോകത്തിൽ വസിക്കുക എന്നുള്ളത്. അത് ഒരു തരം മുക്തി. കുറച്ചുകൂടെ അധികം പുണ്യം ചെയ്തവർക്ക് കിട്ടുന്നത് സാമീപ്യം ആണ്. ഭഗവാന്റെ ലോകത്ത് കഴിഞ്ഞാലും എപ്പോഴും ഭഗവാന്റെ അടുത്ത് ഇരിക്കാൻ പറ്റണമെന്നില്ലല്ലോ. ഇപ്പൊ കേരള ഗവർണർ രാജ്ഭവനിൽ താമസിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയാണ്. അദ്ദേഹം ഈ വസതിയിൽ വസിക്കുമ്പോൾ അതേ നഗരത്തിൽ തന്നെയാണല്ലോ നമ്മളും താമസിക്കുന്നത്. പക്ഷെ എത്ര പേര് ഗവർണറെ നേരിട്ട് എന്ന് കണ്ടിട്ടുണ്ട്? അപ്പൊ സാലോക്യം പോരാ, സാമീപ്യവും വേണം. ഭഗവാന്റെ സമീപത്തിരിക്കാനുള്ള ഒരു ഭാഗ്യം. വിഷ്ണു പാർഷദന്മാർ, ശിവപാർഷദന്മാർ അങ്ങനെയാകാം. അപ്പൊ എപ്പോഴും ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ. അതാണ് സാമീപ്യം എന്ന് പറയുന്നത്. ഇനി കുറച്ചുകൂടെ പുണ്യം ചെയ്തവർക്ക് എന്താ കിട്ടുന്നത്? സാരൂപ്യം, ഭഗവാന്റെ അതേ രൂപം. മഹാവിഷ്ണു ശംഖചക്ര ഗദാപാണിയാണെങ്കിൽ നമ്മളും ശംഖചക്ര ഗദാപാണിയായിത്തീരും. രൂപം കൊണ്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ താനും വിഷ്ണുവും ഒന്നാണ് എന്നുള്ള അറിവ് അപ്പോഴും ഉണ്ടാവില്ല. പൗണ്ഡ്രക വാസുദേവനെ പോലെ ആയിപ്പോവും. പൗണ്ഡ്രക വാസുദേവൻ എന്താ ചെയ്തത്? ശ്രീകൃഷ്ണനെ പോലെ വേഷം, മയിൽപീലി, മഞ്ഞപ്പട്ട്, നീലവർണ്ണത്തിന് എന്തോ ചായയൊക്കെ അടിച്ചിട്ടുണ്ട് ആ നീലമേഘ ശ്യാമളനാവാൻ വേണ്ടി. അദ്ദേഹത്തെ പോലെ കയ്യിലെ പുല്ലാങ്കുഴൽ എല്ലാം കണ്ട കൃഷ്ണനെ പോലെ ഇരിക്കും. പക്ഷെ ഉള്ളിലിരിക്കുന്നത് മുഴുവൻ മോശമാണ്. കൃഷ്ണനെ പരിഹസിക്കുക എന്നുള്ളതാണ്. ഫാൻസി ഡ്രസ്സ് പോലെയാണ് പുള്ളി ശ്രീകൃഷ്ണന്റെ വേഷമിട്ട് നടക്കുന്നത്. ആളുകൾ തന്നെയും കൃഷ്ണൻ എന്ന് വിചാരിക്കട്ടെ, കുറെ പേര് നമസ്കരിക്കുന്നെങ്കിൽ നമസ്കരിച്ചോട്ടെ എന്നൊക്കെയാണ്. യഥാർത്ഥ ഭക്തിയൊന്നുമല്ല. പക്ഷേ ഈ സാരൂപ്യ മുക്തിയിൽ ഭഗവാന്റെ അതേ രൂപം ഭക്തന് കൈവരും. അപ്പോഴും അദ്ദേഹം ഭഗവാനും താനും ഒന്നാണ് എന്നുള്ള അറിവ് സ്വന്തമാക്കുന്നില്ല. ഏറ്റവും ശ്രേഷ്ഠമായത് സായുജ്യം. അവിടെ ഭക്തൻ വേറെ ഭഗവാൻ വേറെ എന്നുള്ള ഭേദം ഇല്ല. അതായത് കേവലമായ അദ്വൈത ജ്ഞാനം. ഈശ്വരൻ തന്നെയാണ് ഞാനായി പ്രകടമായിരിക്കുന്നത്. ഈ ഓരോ തരം മുക്തിയും ഏത് തരം വിരക്തിക്കാണ് ഉണ്ടാവുക? ഏത് തരം വിരക്തന്മാർക്കാണ് ഉണ്ടാവുക? ഏറ്റവും മന്ദമല്ല, മന്ദതരം എന്നാണ് ഇതിന് പറയുന്നത്. അതായത് സാധാരണ ഇത് മന്ദത്തെക്കാളും കുറച്ചുകൂടെ മാന്ദ്യമുള്ളത്, അതാണ് മന്ദതരം. മന്ദതരം എന്ന വിഭാഗത്തിൽപ്പെടുത്താവുന്ന വൈരാഗ്യമുള്ളവരാണ് ചര്യ എന്നുള്ള മാർഗത്തെ അവലംബിച്ച് സാലോക്യമുക്തി നേടുന്നത്. ഇനി മന്ദതരം കഴിഞ്ഞാൽ അടുത്തത് മന്ദത്തെക്കാളും മോശമാണ് മന്ദതരം. മന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു മാന്ദ്യമുണ്ട്. ഏത്? വിരക്തിയിലും വിവേകത്തിലുമൊക്കെ. ആ മന്ദ വിരക്തി ഉള്ളവർ അവർ അനുഷ്ഠിക്കുന്നതാണ് ക്രിയ എന്നുള്ള മാർഗം. ഈ ക്രിയായോഗം നമ്മൾ വിശദമായിട്ട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നില്ല. ഒന്ന് ബിംബം വെച്ച് പൂജിക്കുന്നത്, ഒന്ന് മന്ത്രജപം. ജ്ഞാനം എന്നുള്ളത് അദ്വൈത ജ്ഞാനം, അങ്ങനെയാണ്. അപ്പോൾ മന്ദ വിരക്തി ഉള്ളവരാണ് ക്രിയാമാർഗത്തെ ആശ്രയിച്ച് സാമീപ്യമുക്തി നേടുന്നത്. ഇനി മന്ദത്തെക്കാളും കുറച്ചുകൂടെ ശ്രേഷ്ഠമാണ് തീവ്രവിരക്തി. ഈ തീവ്രവിരക്തി ഉള്ളവർ യോഗമാർഗത്തിലേക്ക് പോകും. അതായത് നമ്മുടെ ധ്യാനം, പ്രാണായാമം തുടങ്ങിയ സാധാരണ നമ്മൾ പറയുന്ന ഏതാണ്ട് അതേ മാർഗം തന്നെയാണ്, ചെറിയ വ്യത്യാസമുണ്ട്. ആ യോഗമാർഗത്തെ അവലംബിച്ച് അവർ
നേടുന്ന മുക്തിയാണ് സാരൂപ്യമുക്തി. ഇനി നാലാമത്തേതും അവസാനത്തേതുമായ വൈരാഗ്യം എന്താ? തീവ്രതരം. തീവ്രമല്ല, തീവ്രത്തെക്കാളും ശക്തി കൂടിയത്. തീവ്രതരം എന്നുള്ള ആ വിഭാഗത്തിൽപ്പെടുത്താവുന്ന മുക്തിയെ അല്ല, തീവ്രതരം എന്ന വിഭാഗത്തിൽപ്പെടുത്താവുന്ന വിരക്തിയെ അവലംബിച്ച് ജ്ഞാനം എന്നുള്ള മാർഗത്തിലൂടെ പോയി, തത്വവിചാരം ആ മാർഗത്തിലൂടെ പോയി അവർ സായുജ്യമുക്തി നേടുന്നു. അതാണ് ഏറ്റവും ശ്രേഷ്ഠം. ഭഗവാനുമായിട്ട് ഈ ജീവഭാവം എന്നേക്കുമായി ലയിച്ച് ഒന്നാവുക, പിന്നെ ജീവഭാവത്തിലേക്ക് മടങ്ങി വരുന്നേ ഇല്ല. ഇങ്ങനെയാണ് നാലെണ്ണം. എന്തിനാണിത് പറഞ്ഞത്? ഈ പദ്യം തുടങ്ങുന്നത് ശരിയാതി നാൻകിനുക്കും ശാലോകമാതി. ശാലോകം എന്ന് പറഞ്ഞാൽ സാലോക്യം. ശരിയാതി, ചര്യ തുടങ്ങിയവ. ചര്യാതി എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നതിന് പകരം ശരിയാതി, ചര്യ തുടങ്ങിയ എന്ന് പറഞ്ഞാൽ ചര്യ, ക്രിയ, യോഗം, ജ്ഞാനം. ഈ 4 മാർഗത്തിന്, ചര്യ തുടങ്ങിയ 4 മാർഗത്തിനും യഥാക്രമം കിട്ടുന്നത് എന്താ? ശാലോകമാതി. സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം. ഈ 4 വിധ വിമുക്തി, മുക്തി നേടുന്നവർ വരുമാറ്. കാരണം എല്ലാ ഭക്തന്മാരും ഒരേ തലത്തിലല്ല സ്ഥിതി ചെയ്യുന്നത്. ഓരോരുത്തരുടെ ആ മനസ്സിന്റെ പക്വതയും ആ വാസനകളുടെ കാഠിന്യവും അനുസരിച്ച് മാത്രമേ ഒരാൾക്ക് ഒരു മാർഗത്തെ സ്വീകരിക്കാൻ പറ്റൂ. എല്ലാവരും ഈ ജ്ഞാനമാർഗത്തിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ അത് നടപ്പില്ല. പക്ഷേ എൻ്റെ ഗുരുനാഥൻ എന്താ? ഈ 4 തട്ടിലുള്ളവർക്കും അനുയോജ്യമായ മാർഗങ്ങളെ അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട് എന്നാണ്. ശരിയാതി നാൻകിനുക്കും ശാലോകമാതി വരുമാറ്. അവർക്ക് ഈ 4 പേർക്കും പടിപ്പടിയായി ഉയർന്ന ആ ജ്ഞാനത്തിലേക്ക് അല്ലെങ്കിൽ അദ്വൈത സത്യത്തിലേക്ക് ഉയരാനുള്ള മാർഗം എനക്കളിത്ത വള്ളൽ. അളിക്കുക എന്ന് പറഞ്ഞാൽ തരിക, നൽകുക എന്നാണ്. എനിക്ക് തന്ന ആ മഹാപ്രഭു ഉണ്ടല്ലോ, മഹാദാനശീലൻ, ഉദാര മനസ്കൻ, അദ്ദേഹമാണ് എൻ്റെ ഗുരുനാഥൻ. അദ്ദേഹത്തോളം കാരുണ്യം, ഔദാര്യം വേറെ ആർക്കുമില്ല. ഒന്നും പ്രതീക്ഷിക്കാതെ എല്ലാവരെയും കൈപിടിച്ചുയർത്താനായി ഈ 4 തരം വിരക്തന്മാർക്കും അദ്ദേഹം ശരിയായ മാർഗം കാണിച്ചു തന്നിട്ടുണ്ട്. ആ ഉദാര മനസ്കൻ ഗുരുരായൻ. ഈ വാക്കിന്നായിരിക്കും നമ്മുടെ തിരുവനന്തപുരംകാരി ഈ രായൻ എന്നുള്ളത് എടുത്തു. നമ്മൾ രാജൻ എന്ന് പറയാറില്ല. ഈ രായൻ ഇവിടെ പോയി. രാജൻ എന്നാണ് അയാളുടെ പേര്. രാജാവ് എന്നുള്ള അർത്ഥത്തിൽ രാജൻ എന്നാണ്. പക്ഷേ ഇവിടെ നമ്മൾ മാത്രമേ പറയൂ, തിരുവനന്തപുരംകാർ മാത്രമേ പറയൂ രായൻ. വടക്കോട്ടുള്ളവരൊന്നും പറയില്ല, അവർ രാജൻ എന്നേ പറയും. ഗുരുരാജൻ എന്നുള്ളതിന് തമിഴില് ഗുരുരായൻ. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതങ്ങ് സ്വീകരിച്ചു. അതാണ് പറ്റിയത്. ഗുരുരായൻ, ഗുരുരാജൻ, ഗുരുക്കന്മാരിൽ ശ്രേഷ്ഠൻ അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ എല്ലാം രാജാവ്. ഇത്രത്തോളം ശ്രേഷ്ഠനായ മറ്റൊരു ഗുരുവുമില്ല. ഗുരുരായൻ ജ്ഞാനത്തിൽ പക്വവർകൾ, ജ്ഞാനത്തിൽ പക്വന്മാർ, പക്വത നേടിയവർ. 4 പ്രകാരത്തിലുള്ള സാധകന്മാരുണ്ട് ആ വിരക്തിയുടെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞല്ലോ. അവർക്ക് വേണ്ട എല്ലാ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഈ ഗുരുരാജൻ നൽകിയിട്ടുണ്ട്. നമുക്ക് പറ്റിയത് ഏതാണ് എന്ന് അതിൽ നിന്ന് സെലക്ട് ചെയ്താൽ മാത്രം മതി. 4 മാർഗങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ. നമുക്ക് അനുയോജ്യമായത് നമുക്ക് സ്വീകരിക്കാം. ഈ മന്ദതരം, അവിടെ നിന്നാണല്ലോ ഈ വൈരാഗ്യം തുടങ്ങുന്നത്. വിരക്തി, മന്ദതരം. മന്ദതമന്മാരോ? അവരാദ്യം മന്ദതമന്മാരായിരുന്നിട്ട് മന്ദതരന്മാരാവട്ടെ, മന്ദതരനിൽ നിന്ന് മന്ദരാകട്ടെ, എന്നിട്ട് തീവ്രന്മാരാകട്ടെ, എന്നിട്ട് തീവ്രതരത്തിലേക്ക് പോകട്ടെ. ഇതാണ് ക്രമം. വൈരാഗ്യം പടിപ്പടിയായി വളർന്നു വരണം. അത് നാൾക്കുനാൾ ക്ഷയിച്ചു പോവുകയല്ല ചെയ്യേണ്ടത്, സംഘമാണ് ക്ഷയിക്കേണ്ടത്. വിരക്തിയും വിവേകവും വളരുകയാണ് വേണ്ടത്. ജ്ഞാനത്തിൽ പക്വവർകൾ, 4 ഉപദേശം. ഇത് ചേരുമ്പോഴാണ് ജ്ഞാനത്തിൽ പക്വവർഗ 4 ഉപദേശം എന്നാണ്. ജ്ഞാനത്തിൽ പക്വതയുള്ള ഈ 4 വിഭാഗക്കാർക്കും അദ്ദേഹം വേണ്ട ഉപദേശങ്ങളും അവരുടെ ലക്ഷണങ്ങളും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ ഈ 4 എന്നുള്ളതിന് നമുക്ക് സനകാദികൾ എന്നും അർത്ഥം സ്വീകരിക്കാം. ഇതെൻ്റെ മനസ്സിൽ ഇത് വായിച്ചപ്പോൾ തോന്നിയതാണ്. 4 ദക്ഷിണാമൂർത്തിയുടെ അടുത്ത് മൗനത്തിലൂടെ തത്വോപദേശം നേടിയവരാണ്. അതായത് ദക്ഷിണാമൂർത്തി വാഗൊണ്ടൊന്നും പറഞ്ഞില്ല. സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ, ഈ 4 പേരും ചെന്ന് ബ്രഹ്മതത്വം അറിയാനായി മുമ്പിൽ ചെന്നിരുന്നു. ശിഷ്യന്മാർ വാഗൊണ്ട് സംശയമൊന്നും ചോദിച്ചില്ല. ഗുരു വാഗൊണ്ട് ഉത്തരവും പറഞ്ഞില്ല.
പക്ഷേ എന്ത് അത്ഭുതം, ശിഷ്യന്മാരുടെ സംശയങ്ങളൊക്കെ തീർന്നു കിട്ടും. അവിടെ തത്വോപദേശം സ്വീകരിക്കാൻ വേണ്ടി എത്തിയവർ വൃദ്ധന്മാരും ഉപദേശിച്ചയാൾ യുവാവുമാണ്. ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞാൽ ഭഗവാൻ ജ്ഞാനസ്വരൂപി. അദ്ദേഹത്തിന് എന്ത് പ്രായം, എന്നും യുവത്വമാണ്. പിന്നെ ഇവരെ എന്തുകൊണ്ടാണ് വൃദ്ധന്മാരായിട്ട് ഈ സനകാദികളെ ചിത്രീകരിച്ചത്? അവർ ജ്ഞാനത്തിൽ വൃദ്ധന്മാരാണ്, പക്ഷെ കണ്ടാൽ കുട്ടികളെ പോലെ ഇരിക്കും. അവരുടെ പടം കണ്ടിട്ടുണ്ടാവും, 4 കുഞ്ഞുങ്ങളെ പോലെയാണ് ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് നിഷ്കളങ്കർ. അതുകൊണ്ടാണ്. പക്ഷെ നരച്ച താടിയും ഒക്കെ ഉണ്ടാവും. ആ നരച്ച താടി ജ്ഞാനത്തിൽ മുതിർന്നവർ എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു. കുട്ടിയുടെ രൂപം ആ കുട്ടിയുടേതുപോലുള്ള നിഷ്കളങ്കത അവരുടെ ഉള്ളിലുണ്ട് എന്ന് കാണിക്കാനാണ്. അപ്പൊ ഈ 4 ഉപദേശം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 4 തരം സാധകന്മാർക്കുള്ള ഉപദേശം എന്നർത്ഥമെടുക്കാം. അതല്ലെങ്കിൽ ഇതേ ശിവൻ തന്നെയാണല്ലോ ദക്ഷിണാമൂർത്തിയുടെ രൂപത്തിൽ ആ 4 പേർക്ക് സനകാദികൾക്ക് ഉപദേശിച്ചത്, അങ്ങനെയും എടുക്കാം. നമുക്ക് യോജിക്കുന്ന അർത്ഥം അത് ഒരു വ്യാഖ്യാനത്തിലും കണ്ടില്ലെങ്കിലും നമുക്ക് സ്വീകരിക്കാം. ഇത് ബാലകൃഷ്ണൻ സാറ് എനിക്ക് തന്ന ഒരു വാഗ്ദാനം. രമേശ്, ഈ വ്യാഖ്യാനങ്ങളിൽ ഇല്ലാത്ത, അത് ഈ പദ്യത്തിന്റെ അർത്ഥവുമായി യോജിക്കുന്ന ഒരു പുതിയ അർത്ഥം നമ്മുടെ മനസ്സിൽ തോന്നിയെന്നിരിക്കട്ടെ, ധൈര്യമായി സ്വീകരിക്കാം. അത് ശങ്കരാചാര്യർ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, ശ്രീനാരായണ ഗുരുദേവൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് എന്താ, നിങ്ങൾ പറയൂ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉന്നതമായ ശ്രേഷ്ഠമായ ഒരു തിളങ്ങുന്ന ആശയം ഉള്ളിൽ രൂപപ്പെടുന്നുവെങ്കിൽ എന്തുകൊണ്ട് അത് മറ്റുള്ളവരോട് പറഞ്ഞുകൂടാ? നമ്മുടെ ഉള്ളിൽ വരുന്ന എല്ലാ ആശയങ്ങളും ഈശ്വരൻ തൊടുത്തു വിടുന്നതാണ്. നല്ലതുപോലെ മനസ്സിലായിക്കോളൂ. പ്രത്യേകിച്ചും ഈ അധ്യാത്മ തലത്തിലുള്ള സംശയങ്ങൾക്ക് ഉള്ള മറുപടികൾ, അതിനുള്ള ഉത്തരങ്ങൾ, പുതിയ പുതിയ ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ തോന്നിക്കുന്നത് ഉള്ളിലുള്ള അന്തർയാമി തന്നെയാണ്, നമ്മുടെ മിടുക്കല്ല. നമ്മൾ എത്ര ആലോചിച്ചാലും ഇതുപോലെ ഒരു ഉദാത്തമായ ആശയം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അത് ഉള്ളിൽ സ്ഫുരിച്ചതാണ് ഭഗവത് അനുഗ്രഹം കൊണ്ട്. അപ്പൊ ഈ 4 എന്നുള്ളതിന് എനിക്ക് തോന്നിയ ഒരർത്ഥം ഞാൻ സനകാദികളാണ് എന്ന് വ്യാഖ്യാനിക്കാം എന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. 4 ഉപദേശം ആനത്തെയും നികഴ്ത്തിനാൻ. ആനത്തെയും എന്ന് പറഞ്ഞാൽ ഉപദേശമാനത്തെയും എന്നെടുക്കണം. ഉപദേശം നൽകിയതിനെയും നികഴ്ത്തിനാൻ, നടപ്പിലാക്കി എന്ന് പറഞ്ഞാൽ ഉപദേശിച്ചു. ഉപദേശം നൽകിയതിനെ നടപ്പിലാക്കി എന്ന് പറഞ്ഞാൽ ഉപദേശിച്ചു. ദക്ഷിണാമൂർത്തിയായിരുന്നു കൊണ്ട് സനകാദികളെ ഉപദേശിച്ചു. അല്ലെങ്കിൽ ഈ 4 തട്ടിലുള്ള സാധകന്മാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ എൻ്റെ ഗുരുരാജൻ തന്നെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. എൻ്റെ മലയാള വ്യാഖ്യാനം വായിക്കാം. എൻ്റെ ശ്രീഗുരുനാഥൻ എന്നോട് താഴെ കാണും വിധം അരുളി ചെയ്തു. നികഴ്ത്തിനാൻ എന്നുള്ളതിന് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ എന്നിലൂടെ അദ്ദേഹം ലോകത്തിന് നൽകുന്നു എന്നാണ്. നികഴ്ത്തിനാൻ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്നിലൂടെ, ഞാനെന്നുള്ള മാധ്യമത്തിലൂടെ ഈ ലോകത്തിന് അദ്ദേഹം സമർപ്പിക്കുന്നു, അല്ലെങ്കിൽ സമർപ്പിച്ചു. എൻ്റെ ശ്രീഗുരുനാഥൻ എന്നോട് താഴെ കാണും വിധം അരുളി ചെയ്തു. ചര്യ തുടങ്ങിയ 4 വിധ അഭ്യാസത്താൽ സാലോക്യം ആദിയായ 4 മുക്തിപദങ്ങൾ സിദ്ധിക്കുന്നു. ഒന്നെന്താ? തത്വങ്ങളെ നേതി ചെയ്യുന്ന അഭ്യാസം ചര്യയാണ്. ശരിക്കും ഈ ശൈവ സിദ്ധാന്തത്തില്, ഈ വ്യാഖ്യാനത്തില് ചര്യ എന്നുള്ളത് ഈ വേറൊരു മാർഗമായിട്ട് പൂജ, മന്ത്രം അങ്ങനെയുള്ള ഇതായിട്ടാണ് പറയുന്നത്. സാരമില്ല, ഈ വ്യാഖ്യാതാവ് പറഞ്ഞിരിക്കുന്ന അർത്ഥവും നമുക്ക് സ്വീകരിക്കാം. ഞാൻ പറഞ്ഞില്ലേ, നല്ലത് സ്വീകരിക്കാൻ പറ്റുന്നത്, നമ്മുടെ മനസ്സിനെ ധന്യമാക്കുന്ന എന്താശയവും ആരിൽ നിന്നും എപ്പോ വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം. ദേശം, കാലം, വ്യക്തി ഇതൊന്നും നോക്കണ്ട. തത്വങ്ങളെ നേതി ചെയ്യുന്ന അഭ്യാസം ചര്യയാണ്. തത്വാന്തമായ അരുളിലെത്തി അവിടെ വിശ്രമിക്കുന്ന ഫലമാണ് ചര്യാനുഷ്ഠാനത്തിൽ ലഭിക്കുന്നത്. ആ വിശ്രമസ്ഥാനത്തിന് സാലോക്യപദം എന്നു പേർ. അതായത് ഇവിടെ ഏതോ ഭഗവാൻ താമസിക്കുന്ന ഒരു ലോകത്ത് ചെന്ന് നമ്മൾ കഴിയുന്നു, താമസിക്കുന്നു എന്നുള്ള അർത്ഥം എടുക്കണ്ട. ഭഗവത് തത്വങ്ങളെ കേട്ട് മനനം ചെയ്യുമ്പോൾ നമ്മൾ ഭഗവാന്റെ ലോകത്തിലിരിക്കുന്നു, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഭഗവാന്റെ വാസസ്ഥാനമാണ് എന്നുള്ള നിലയിൽ മനസ്സിനെ കൊണ്ടെത്തിക്കുന്നു. ഭഗവാന്റെ ലോകത്ത് താമസിക്കുന്നതാണല്ലോ സാലോക്യം. ഈ ലോകം ഭഗവാന്റേതാണ് എന്നുള്ള വിചാരം ഉള്ളിൽ വന്നാൽ സാലോക്യമായി. അല്ലാതെ വൈകുണ്ഠത്തോ കൈലാസത്തോ ചെന്നെത്തണം എന്ന് വിചാരിക്കണ്ട. ഇത് ഭഗവാന്റെയാണ്. ഈശാവാസ്യം ഇതം സർവം. ഇത് ഭഗവത് സൃഷ്ടിയാണ് എന്നതിൽ കവിഞ്ഞ് ഭഗവാൻ ഈ ലോകത്തിൽ സർവത്ര നിറഞ്ഞു നിൽക്കുന്നു. ആ ഭാവം ചര്യ കൊണ്ടുണ്ടാവും. അതാണ് സാലോക്യമുക്തി എന്ന് പറയുന്നത്. തന്നെ സ്വയം അരുൾമയമായി കണ്ട് ജീവബോധത്തെ മാറ്റുന്ന അഭ്യാസമാണ്
ക്രിയ എന്നത്. ആ ക്രിയയാൽ ഉണ്ടാകുന്ന ഫലം സാമീപ്യപദമാണ്. കുറെയൊക്കെ വിചാരം ചെയ്തു, എല്ലാം ഈശ്വരമയമാണ് എന്ന് ആവർത്തിച്ച് ചിന്തിച്ചു. ചിന്തിക്കുമ്പോൾ ഭഗവാനുമായിട്ട് നമുക്കൊരു അടുപ്പമുണ്ടാവുന്നു, സാമീപ്യം. അപ്പൊ അത് സാമീപ്യമുക്തിയായി. സാലോക്യമുക്തി, സാമീപ്യമുക്തി. അതായത് എനിക്കും ഭഗവാനും തമ്മിൽ വലിയ ദൂരമില്ല. എങ്ങനെ കിട്ടി? എല്ലാറ്റിനെയും ഭഗവന്മയമായി കണ്ട് ശീലിച്ചു. അപ്പോ ഭഗവാന്റെ സമീപത്താണ് ഞാൻ, ഭഗവാന്റെ മടിത്തട്ടിലാണ് ഞാൻ, ഭഗവാൻ എന്നെ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊരു ഭാവം. അതെന്താ, നല്ലതല്ലേ? ഉദാത്തമായ ഭാവമല്ലേ? അങ്ങനെ ഒരു ഭാവം എന്നവന് എങ്ങനെയാണ് ഭഗവത് വിസ്മൃതി ഉണ്ടാവുക? അങ്ങനെ ഉണ്ടാവും. ഭഗവാനെ പോകുന്നു, അല്ലെങ്കിൽ സത്യത്തെ മറന്നു പോകുന്നു, അങ്ങനെ ഒരു കംപ്ലൈന്റ് വരില്ലല്ലോ. അപ്പൊ ക്രിയ എന്നുള്ളത് സാമീപ്യം. ഞാൻ ഭഗവാന്റെ വളരെ അടുത്താണ് എന്ന് ഉള്ളിൽ തോന്നുന്നു. ഭഗവാൻ എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്, വളരെ അടുത്താണ് ഭഗവാൻ, അങ്ങ് അകലെ അന്വേഷിക്കേണ്ട ഒന്നല്ല ഈ ഭഗവത് തത്വം എന്ന് തോന്നുന്നു. അത് തന്നെയാണ് സാമീപ്യമുക്തി. ഇനി മൂന്നാമത്തേത് എന്താ? ജീവബോധം വീണ്ടും ഉണർന്നെഴുന്നേൽക്കാതെ പാടെ ഒടുങ്ങുവാനായിട്ട് അഭ്യസിക്കുന്നതാണ് യോഗം എന്ന പന്ഥാവ്. അപ്പോഴും ഈ സാമീപ്യ മുക്തിയിലും ജ്ഞാനം ഈശ്വരനുണ്ട്, രണ്ടുണ്ട്. ഞാൻ ഭക്തൻ എന്നുള്ള രൂപത്തിലും ഭഗവാൻ എൻ്റെ യജമാനൻ അല്ലെങ്കിൽ പ്രഭു എന്നുള്ള രൂപത്തിലുമുണ്ട്. പ്രസ്തുത യോഗക്രിയയാൽ വരുന്ന ഫലം അരുൾ കടന്നുള്ള സ്ഥാനമായ പരയിൽ നിർത്തുവാനുള്ളതാണ്. ഇടയ്ക്കിടെ ഈ ഭക്തൻ എന്നുള്ള ഭാവം മാറി ഭഗവാനും ഞാനും ഒന്ന് തന്നെ, ഭഗവാൻ തന്നെയാണ് ഞാനായി പ്രകടമാകുന്നത് എന്ന് ഇടയ്ക്കിടയ്ക്ക് ഉള്ളിൽ തോന്നി തുടങ്ങും. അപ്പോൾ സാരൂപ്യമായി മൂന്നാമത്തെ തരം മുക്തി. ഈ പദവിക്ക് സാരൂപ്യം എന്നു പേർ. നാലാമത്തതോ പര നീക്കി തനി സുഖം ലഭിക്കുവാനിടയാക്കുന്ന അഭ്യാസമാണ് ജ്ഞാനം. അവിടെ ഭക്തൻ ഭഗവാൻ അല്ലെങ്കിൽ ജീവൻ ബ്രഹ്മം എന്നുള്ള സകലവിധ ഭേദങ്ങളും അല്പം പോലും ഭേദം അവിടെ അവശേഷിക്കുന്നില്ല. അതാണ് ശ്രേഷ്ഠമായ മുക്തി, സായുജ്യമുക്തി. ഈ ജ്ഞാനലബ്ധിയിൽ ചെന്ന് വിശ്രമിക്കുന്ന സ്ഥാനം അഥവാ പദവി മോക്ഷം അഥവാ സായുജ്യമത്രേ. കറക്റ്റായിട്ട് പ്രിന്റ് ചെയ്തിട്ടുണ്ട്, കണ്ടോ? സായുജ്യമത്രേ എന്നല്ല അതിൽ അച്ചടിച്ചിരിക്കുന്നത്, സായുജ്യമത്രേ. പക്ഷെ നമ്മുടെ മലയാള കവികളും സാഹിത്യകാരന്മാരും ഒക്കെ നോക്കൂ, എല്ലാവരും സായുജ്യം സായുജ്യം എന്നാണ് പറയുന്നത്. ഭാഷ നേരെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. മലയാളികൾ എന്നുള്ള അഭിമാനം മാത്രം മതിയോ നമുക്ക്? ഭാഷയെ നല്ലപോലെ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരാൾക്ക് മാത്രമേ മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താൻ പറ്റൂ. ഈ ആശയവിനിമയം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വത്തെ പ്രകടിപ്പിക്കലാണ്. എൻ്റെ മനസ്സിൽ തോന്നുന്നതാണല്ലോ ആശയങ്ങൾ. ആ ആശയം എന്ന് പറയുന്നത് എൻ്റെ വ്യക്തിത്വത്തിൻ്റെ, എൻ്റെ എന്ന് പറഞ്ഞാൽ ആരുടെയും, നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് അവരവരുടെ ഉള്ളിൽ തോന്നുന്ന ആശയങ്ങൾ. ആ ആശയങ്ങൾ വ്യക്തിത്വത്തിൻ്റെ പ്രതിഫലനമാണ്. ഒരാൾ എങ്ങനെയുള്ള വാക്കാണ് സംസാരിക്കുന്നത് എന്നുള്ളത് കേട്ടിട്ട് നമുക്ക് അയാളുടെ വ്യക്തിത്വത്തെ അളന്നുകൂടെ? അങ്ങനെയല്ലേ ലോകരെ ദുഷ്ടരെന്നും ശിഷ്ടരെന്നും നാം തരംതിരിക്കുന്നത്? അവരുടെ പ്രവൃത്തി, വാക്ക്, ചിന്തയെ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ചിന്തയാണ് വാക്കായിട്ട് വരുന്നത്. അപ്പൊ വാക്കാണ് പിന്നെ പെരുമാറ്റമാവുന്നത്. രണ്ടിനും തമ്മിൽ പൊരുത്തക്കേടുണ്ടാവാം, പക്ഷേ ചില സമാനതകൾ ഇവയിൽ കണ്ടു എന്ന് വരാം. അപ്പോ സായുജ്യമാണ് നാലാമത്തെ മുക്തി. അവിടുത്തെ അനുഭവം പരമാനന്ദ നില തന്നെയാകുന്നു. കേവലമായ അദ്വൈതസ്ഥിതി, ആനന്ദസ്ഥിതി. ജ്ഞാനാഭ്യാസികൾ 4 തരമാണെന്നും അവർക്ക് നൽകുന്ന ഉപദേശവും സ്ഥാനവും ഇന്നിന്നതാണെന്നുമാണ് ഈ പദ്യത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഒരു പദ്യം കൂടെ വായിക്കാനുള്ള സമയമുണ്ട്. 65-ാമത്തെ പദ്യം. കിന്നരിയെ തൊട്ടവർ പോർ കേട്ടവളവു കളവ് സ്വന്നതല എങ്കൽ സ്വാമിയുരൈ. ചേർന്ന് വരുമ്പോ സ്വന്നതല വെങ്കൽ സ്വാമിയുരൈ മന്നടത്തിൽ ആനന്ദമൂർച്ഛിതർ കൈ ആടകയാഴ് തന്നിലെ താനു നലം പോലെ മൊഴിന്താൻ. കിന്നരിയെ തൊട്ടവർ പോൽ, അത് സന്ധിയിലാണ് പോർ എന്നാവുന്നത്. അടുത്ത വാക്ക് വരുമ്പോഴാണ് ആ പോൽ എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ പോലെ. കിന്നരിയെ തൊട്ടവർ പോൽ. കിന്നരി എന്ന് പറഞ്ഞാൽ 2 തന്ത്രികളുള്ള വീണയെക്കാളും ചെറിയ ഒരു വാദ്യോപകരണമാണ് കിന്നരി. നമ്മൾ ഈ തൊപ്പിയിലും മറ്റുമൊക്കെ വെക്കുന്ന അതിനാണ് നമ്മൾ കിന്നരി പൂക്കൾ എന്നൊക്കെ നമ്മൾ പറയും. തമിഴിലെ ആ അർത്ഥമല്ല. കിന്നരി എന്ന് പറഞ്ഞാൽ 2 തന്ത്രികൾ മാത്രമുള്ള വീണയെക്കാളും ചെറിയ ഒരു വാദ്യോപകരണം. ആ കിന്നരിയെ തൊട്ടവർ പോൽ. ആ കിന്നരിയെ തൊടുക എന്ന് പറഞ്ഞാൽ അതിനെ മീട്ടുക, സ്പർശിക്കുക, മീട്ടുക.
മീട്ടിയ ആളുകളെ പോലെ കേട്ട വളവ് കളവ് ചൊന്നതല. ഈ കിന്നരിക്ക് എന്താണെന്ന്, അതൊരു പ്രത്യേക, അത് സാധാരണ ഒരു വാദ്യമാണ്, പക്ഷെ അതിനൊരു സവിശേഷതയുണ്ട് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആ സവിശേഷത നമ്മുടെ മനസ്സിൽ എന്ത് പാട്ടാണോ നമ്മൾ പാടണമെന്ന് വിചാരിക്കുന്നത് അത് മാത്രമേ ആ തന്ത്രികളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകൂ. നമ്മുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് മാത്രമേ ആ വാദ്യോപകരണത്തിലൂടെ നമുക്ക് വായിക്കാൻ പറ്റും. സങ്കല്പമാവാം, അങ്ങനെ ഒരു ഇതുണ്ട്. നമ്മുടെ ആഗ്രഹം എന്തോ അതിനനുസരിച്ച് മാത്രമേ, അതായത് നമുക്ക് ഉള്ളിൽ ഒരു പാട്ട് തോന്നിക്കഴിഞ്ഞാൽ ആ പാട്ടേ അതിലൂടെ വായിക്കാൻ പറ്റൂ. വേറൊരാൾ പക്കവാദ്യം വായിച്ചു കഴിഞ്ഞാൽ, വേറൊരു കീർത്തനത്തിനോ ഗാനത്തിനോ പക്കവാദ്യം വായിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഈ കിന്നരി മീട്ടാൻ പറ്റില്ല എന്ന്. നമ്മുടെ മനസ്സിൽ എന്ത് ഗാനമാണോ ഉള്ളത് അതാണ് ഇതിന്റെ തന്ത്രികളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുക. ഇനി എന്താ, ഈ അർത്ഥത്തെ വിട്ടാൽ വേറൊരു അർത്ഥം നമുക്ക് സ്വീകരിക്കാവുന്നത്, ഒരാൾക്ക് അയാൾ എത്ര പഠിച്ചിട്ടുണ്ടോ അത്ര മാത്രമേ അയാൾക്ക് വീണയിൽ സ്വരങ്ങൾ വായിക്കാൻ പറ്റൂ. എൻ്റെ പാണ്ഡിത്യമോ ജ്ഞാനത്തിനോ ഉപരി എനിക്ക് വായിക്കാൻ പറ്റില്ലല്ലോ. പാട്ടായാലും അത്രയൊക്കെ അല്ലേ, ഞാൻ പഠിച്ചിട്ടുള്ളതല്ലേ എനിക്ക് പാടാൻ പറ്റൂ. ആ കഴിവിനപ്പുറത്തുള്ളത് എനിക്ക് പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ അയാൾക്ക് എത്രമാത്രം ഗാനചാതുര്യമുണ്ടോ, സംഗീതജ്ഞാനമുണ്ടോ, അത് അത്ര മാത്രമേ ഈ ഉപകരണത്തിലൂടെ അയാൾക്ക് പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റൂ. അതുപോലെ അല്ല എൻ്റെ ഗുരുനാഥൻ. എന്താണ് അതിൻ്റെ അർത്ഥം? കിന്നരിയെ പോലെയല്ല എൻ്റെ ഗുരുനാഥൻ. ചൊന്നതല്ല, അങ്ങനെ പറഞ്ഞതല്ല, ഉപദേശിച്ചതല്ല എൻ്റെ ആചാര്യൻ്റെ ഉപദേശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എങ്കൾ സ്വാമി ഉരൈ, എൻ്റെ യജമാനൻ്റെ, എൻ്റെ സ്വാമിയുടെ വാക്ക് അല്ലെങ്കിൽ ഉപദേശം. ഈ കിന്നരിയെ മീട്ടുന്നത് പോലെയല്ല. കിന്നരിയെ മീട്ടുന്നവർ എന്താ, അയാളുടെ പാണ്ഡിത്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ അയാളുടെ മനസ്സിൽ ഉദിക്കുന്ന ആ ഗാനം മാത്രമേ അതിലൂടെ അയാൾക്ക് വായിക്കാൻ പറ്റൂ. ആ തന്ത്രികൾ മീട്ടി. ഇവിടെ എന്താ, എൻ്റെ ഗുരുനാഥൻ എങ്ങനെയാ ഈ ഉപദേശങ്ങൾ നൽകുന്നതെന്ന് അറിയാമോ? മന്നടത്തിൽ ആനന്ദമൂർച്ഛിതർ. ആനന്ദമൂർച്ഛിതർ, മൂർച്ഛ മലയാളത്തിൽ, സംസ്കൃതത്തിൽ അതുപോലെ മലയാളത്തിലുള്ള വാക്കാണല്ലോ. ആനന്ദം കൊണ്ട് മോഹാലസ്യം വന്നവർ, ആനന്ദം തലയ്ക്ക് പിടിച്ചവർ, അതാണ് ആനന്ദമൂർച്ഛിതർ. ആനന്ദം കൊണ്ട് ബോധക്കേട് വന്നു. അതെങ്ങനെയാ ഉണ്ടാവുക? ആനന്ദം ഒരു ലഹരിയായി തലയിൽ കടന്നുകൂടി എന്നാണ്. അപ്പൊ ലോകത്തെ മറന്നു, തന്നെ മറന്നു, വ്യക്തിത്വത്തെ മറന്നു, ഈശ്വരന്റെ പിടിയിൽ ഒതുങ്ങി ഈ ജീവഭാവം. അവിടെ ഞാൻ എന്നുള്ള ഭാവമില്ല, ആചാര്യൻ എന്നുള്ള ഭാവമില്ല. ആ നിലയിൽ തന്ന ഉപദേശങ്ങളാണിത്. മന്നടത്തിൽ, അതിന്റെ അർത്ഥം ശിവന്റെ ദിവ്യ നൃത്തത്തിൽ ആ നൃത്തം കാണുന്നവനായി. ഉള്ളിൽ ശിവൻ നൃത്തം ചെയ്യാൻ തുടങ്ങി, ഈശ്വരൻ ഉള്ളില് നൃത്തം വെച്ച് തുടങ്ങി. ആ സമയത്ത് എന്താ, ഈ കിന്നരി ശിവന്റെ നൃത്തം കാണുന്ന ഒരു ഋഷിയോ അല്ലെങ്കിൽ ഒരു ശിവഭക്തനോ ഈ കിന്നരിയിൽ, ആ കിന്നരി എന്താ, അതിനി പറയും. ആനന്ദമൂർച്ഛയിലാണ് ഈ ഉപദേശങ്ങൾ നൽകപ്പെട്ടത്. കൈ യാടക യാഴ് തന്നിൽ. യാഴ്, കൈ എന്ന് പറഞ്ഞാൽ ഒരു ഭക്തന്റെ അല്ലെങ്കിൽ ഒരു മഹർഷിയുടെ കയ്യ്. ഈ യാഴ് എന്ന് പറഞ്ഞാൽ വീണയ്ക്കാണ് യാഴ് എന്ന് പറയുന്നത്. കിന്നരി എന്ന് പറയുന്നത് അതിനേക്കാളും ചെറിയൊരു വാദ്യോപകരണമാണ്. ആടകയാഴ്, ആടകം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലെ ഹാടകം. ഹേമം ഹാടകം എന്നൊക്കെ പറഞ്ഞാൽ സ്വർണം എന്നാണ് അർത്ഥം. എൻ്റെ ആചാര്യൻ കയ്യിൽ വെച്ചിരുന്നത് ഒരു സ്വർണ്ണ വീണയാണ്. സാധാരണ വീണയില്ല, സ്വർണ്ണ വീണ. ആ സ്വർണ്ണ വീണയിൽ അദ്ദേഹം ആനന്ദാതിരേകത്തിൽ ശിവൻ ഉള്ളിൽ നൃത്തം ചെയ്തു തുടങ്ങിയപ്പോൾ അദ്ദേഹം അറിയാതെ ആ സ്വർണ്ണ വീണയിൽ അദ്ദേഹത്തിന്റെ വിരലുകൾ സ്പർശിച്ചു. അപ്പോൾ ഉതിർന്ന ദിവ്യമായ ഗാനമാണ് ഈ ഉപദേശങ്ങൾ എന്നാണ്. കൈ ആടകയാൾ തന്നിലെ താനും, തന്നിലെ താനും, ആ ഉള്ളിലുള്ള ശിവതത്വത്തിന്റെ വിലാസം, ആ ശിവതത്വം ഉള്ളിൽ തെളിഞ്ഞ് പ്രകാശിച്ചപ്പോൾ അദ്ദേഹം ആനന്ദാതിരേകം നിറഞ്ഞു തുളുമ്പുന്ന, ആനന്ദാധിക്യം നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിൽ തന്നെ മറന്നിരിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് പുറത്തു വന്നതാണ് ഈ പദ്യങ്ങൾ, ഈ ഉപദേശങ്ങൾ. ആടക യാഴ് തന്നിലേ താനും, തന്നിലേ താനും എന്ന് പറഞ്ഞാൽ എന്താ, തന്നെ ആനന്ദത്തിൽ അലിയിച്ചു കളഞ്ഞവർ. അവിടെ താനില്ല, ആനന്ദം അല്ലെങ്കിൽ ഈശ്വര തത്വം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ വാക്കുകളൊക്കെ ഈശ്വരന്റെ വാക്കുകളാണ്. അതൊന്നും ഒരു വ്യക്തി തലത്തിൽ നിന്ന്, ഒരു വ്യക്തി മനസ്സിൽ നിന്ന് നിർഗളിക്കാൻ സാധ്യമല്ല.
തന്നിലെ താൻ നലം പോലെ മധുരമായ നാദം ആ സ്വർണവീണയിൽ നിന്ന് ആ മഹർഷിമാരോ ശിവഭക്തന്മാരോ അറിയാതെ മധുരമായ നാദം സ്വർണവീണയിൽ നിന്ന് ശിവനൃത്തം കാണുമ്പോൾ എങ്ങനെയാണോ പൊഴിയുന്നത് അതുപോലെ മൊഴിന്താൻ, മൊഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പറഞ്ഞു, സംസാരിച്ചു, ഉപദേശിച്ചു എന്നർത്ഥം. അതാണ് കിന്നരിയെ തൊട്ടവർ പോർ കേട്ട വളവ് കളവ് ചൊന്നതല എങ്കൾ സ്വാമിയുരൈ മന്നടത്തിൽ ആനന്ദമൂർച്ഛിതർ കൈ ആടകയാഴ് തന്നിലെ താന് നലം പോലെ മൊഴിന്താൻ. നലം എന്ന് പറഞ്ഞാൽ ക്ഷേമം, മംഗളം. എല്ലാവർക്കും മംഗളമുണ്ടാകാൻ വേണ്ടി മധുരമായ ഉപദേശങ്ങളെ ആചാര്യൻ നൽകി. അദ്ദേഹം സ്വയം മറന്നിരിക്കുന്ന ആ ആനന്ദമൂർച്ഛയിൽ എത്തിയിരിക്കുമ്പോഴുള്ള ഒരു നിലയിൽ. ഇവിടെ ഒരു ചെറിയ ഒരു പോയിന്റ് ഇവിടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഈ വ്യക്തി അഹന്ത, അതിനെ ചുറ്റി 3 തരത്തിലുള്ള മാലിന്യങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. ആണവം എന്ന് പറഞ്ഞാൽ അഹങ്കാരം, കർമ്മം, മായ. ഇത് 3ഉം ജീവഭാവത്തെ അല്ലെങ്കിൽ ജീവനെ മൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജീവന്റെ ബ്രഹ്മഭാവത്തെ, ബ്രഹ്മസ്വരൂപത്തെ മറച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ജീവന് താൻ ബ്രഹ്മമാണ് എന്ന് സാക്ഷാത്കരിക്കാൻ കഴിയാതെ ഇരിക്കുന്നത്. ഒരു യഥാർത്ഥ ഗുരു ആചാര്യൻ എന്ത് ചെയ്യുന്നു? ഇവിടെ ആചാര്യൻ എന്ന് പറയുന്നത് തിരുஞான സംബന്ധമൂർത്തി സ്വാമികളാണല്ലോ. അദ്ദേഹം ആനന്ദത്തിൽ ലയിച്ചിരുന്ന ഒരവസ്ഥയിൽ അദ്ദേഹത്തിൽ നിന്ന് നിർഗളിച്ചതാണ്. അദ്ദേഹം പോലും അതറിഞ്ഞിട്ടില്ല. വ്യക്തിത്വത്തെ കടന്നു നിൽക്കുന്ന ഒരു നിലയാണ്. അതുകൊണ്ടാണ് വേദങ്ങളെയൊക്കെ നാം അപൗരുഷേയങ്ങൾ എന്ന് പറയുന്നത്. ഒരു മനുഷ്യ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ മനുഷ്യ ബുദ്ധിയിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകളോ ആശയങ്ങളോ നിർഗളിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഭഗവാന്റെ നിശ്വാസമാണ് വേദങ്ങൾ, ഭഗവാനാണ് എഴുതിയത്. അതുകൊണ്ടാണല്ലോ കൃഷ്ണനെ കൊണ്ട് വേദവ്യാസ ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിപ്പിച്ചത്. ഭഗവത്ഗീത ഭഗവാന്റെ ഗാനം, ഭഗവാന്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ, ഉപദേശങ്ങൾ എന്നാണ്. അതുകൊണ്ട് അതിൽ പിഴവ് വരാൻ സാധ്യതയില്ല. മനുഷ്യ മനസ്സിൽ നിന്ന് നിർഗളിച്ചതാണെങ്കിൽ അതിൽ അബദ്ധം വന്നുകൂടാം. ആ കാലത്തിന് യോജിക്കുന്നതാവാം, വേറൊരു കാലത്തിന് അത് ചേരാത്തതുമാവാം. ഇത് എല്ലാ കാലത്തും എല്ലാ ദേശത്തിലും ശരിയാവുന്നതാണ്, ഘടിപ്പിക്കാൻ പറ്റുന്നതാണ്, യോജിക്കുന്നതാണ്, സഫലമാകുന്നതാണ്. അതാണ് അപൗരുഷേയമായ ഉപദേശങ്ങളുടെ മഹത്വം. ആ ഉപദേശം നൽകുമ്പോൾ ഗുരു ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. ശിഷ്യന്റെ ഉള്ളിലുള്ള സംശയങ്ങളെ മാത്രമല്ല നീക്കുന്നത്, ശിഷ്യന്റെ ഉള്ളിലുള്ള ആ ചോദ്യം ചോദിക്കുന്ന ഒരു അഹന്തയുണ്ടല്ലോ, വ്യക്തിത്വം, അതിനെയും നശിപ്പിക്കുന്നു എന്നാണ്. ആചാര്യൻ സംശയങ്ങളെ മാത്രം നീക്കുന്നയാളല്ല, സംശയിക്കുന്നവനെയും നീക്കും. അതായത് ഇനി സംശയം ഉണ്ടാവില്ല. എന്തുകൊണ്ട്? സംശയം ചോദിക്കേണ്ട ആളെ തന്നെ അദ്ദേഹം വിഴുങ്ങിക്കളയുന്നതാണ്. മലയാളം കൂടെ വായിച്ചേക്കാം. കിന്നരി എന്നു പേരുള്ള ഒരു വിശിഷ്ട ഗാനോപകരണമുണ്ട്. ആ വീണ ഉപയോഗിച്ചാൽ ഏത് ഗാനമാണോ ആവശ്യമുള്ളത് ആ ഗാനം മാത്രമേ അതിൽ നിന്ന് കേൾക്കാനിടയാകുകയുള്ളൂ. നമ്മൾ മീട്ടുന്നതല്ല, നമ്മൾ ആ ഗാനം വായിച്ചു പോകുന്നതാണ്. നമ്മുടെ വിരലുകൾ അറിയാതെ ആ പാട്ട് തന്നെ അതിൽ മീട്ടും. മറ്റൊരു ഗാനവും അതിന് നൽകുവാൻ അപ്പോൾ കഴിയുന്നില്ല. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി പറയുന്ന രീതിയിൽ ആ ഉപകരണത്തെ പോലെ അല്ല എൻ്റെ വന്ദ്യ ഗുരുനാഥന്റെ തിരുവചനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ശിഷ്യൻ ഒരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം പറയുകയും ആ ചോദ്യം ഉണ്ടായത് ഏത് തലത്തിൽ നിന്നാണ്, ആ തലത്തിൽ നിന്ന് ഇനി എന്തൊക്കെ ചോദ്യങ്ങൾ ഭാവിയിൽ ഉണ്ടാവാം, എല്ലാറ്റിനും ചേർത്ത് സമഗ്രമായി ഉത്തരം പറയും ഒരു ആചാര്യൻ. അത്ര വൈശിഷ്ട്യമുള്ളവനാണ്. പിന്നെ എങ്ങനെയാണ് എൻ്റെ ഗുരു അരുളി ചെയ്തതെന്ന് നീ കേട്ടുകൊള്ളുക. ശ്രീ പരമശിവന്റെ തിരുനടന വേളയിൽ ചുറ്റിലുമായി നിൽക്കുന്ന ഭക്തന്മാർ വേണ്ട താളമേളങ്ങളോടെ ആ നടരാജ നൃത്തം കണ്ട് ആനന്ദിച്ച് അവരറിയാതെ മയങ്ങി നിന്നു പോകുന്നു, സ്വയം മറന്നു നിൽക്കുന്നു എന്നാണ് ഈ ഭക്തന്മാരും ഋഷികളും ശിവന്റെ ആ നൃത്തം കണ്ടിട്ട്. നടരാജൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എന്തെന്നറിയാമോ? നടൻ എന്ന് പറഞ്ഞാൽ അഭിനേതാവ് എന്നാണ്. അഭിനേതാക്കളിൽ വെച്ച് ശ്രേഷ്ഠൻ, ഒന്നാം ബെസ്റ്റ് ആക്ടർ എന്നാണ് നടരാജൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. ബെസ്റ്റ് ആക്ടർ അവാർഡ് പരമേശ്വരന് നൽകാം. എന്താണ് അദ്ദേഹത്തെ ഏറ്റവും വലിയ നടൻ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം? എത്ര രൂപത്തിലാണ് അദ്ദേഹം ഈ പ്രപഞ്ചത്തിൽ വേഷം കെട്ടി നടിക്കുന്നത്. പക്ഷി മൃഗാദികളും വൃക്ഷലതാദികളും പർവ്വതങ്ങളും സമുദ്രങ്ങളും ഞാനും നിങ്ങളുമൊക്കെ ഈ നടരാജന്റെ നൃത്തമല്ലാതെ വേറെ ആരുടെ നൃത്തമാണ്? അപ്പൊ അദ്ദേഹത്തെക്കാളും വലിയ ഒരു നടനുണ്ടോ? അദ്ദേഹത്തിന്റെ നാട്യമാണ് ഈ പ്രപഞ്ചം, അദ്ദേഹത്തിന്റെ നൃത്തം തന്നെയാണ് ഈ പ്രപഞ്ചം. അവരിൽ ചിലരുടെ കയ്യിൽ സ്വർണവീണയും ഉണ്ടായിരിക്കും.
ആ സ്വർണ്ണവീണ അവർ വായിക്കുമ്പോൾ അവരറിയാതെ തന്നെ അതിൽ നിന്ന് മധുരമായ വേദഗാനങ്ങൾ ശ്രീപരമേശ്വരന്റെ അരുൾ നിമിത്തം ഉണ്ടാവുക പതിവുണ്ട്. ഈ അധ്യാത്മ ഗ്രന്ഥങ്ങളൊക്കെ വേദങ്ങൾക്ക് തുല്യമാണ്. വേദങ്ങളെക്കാളും ഒട്ടും താഴെയല്ല ഈ വിവേക ചൂടാമണിയും ഒഴിവിലൊടുക്കവും അതുപോലെയുള്ള അധ്യാത്മ ഗ്രന്ഥങ്ങൾ, പഞ്ചദിശിയും എന്ത് തന്നെ എടുത്തോളൂ. അതൊക്കെ അതീന്ദ്രിയമായ ഒരു നിലയിൽ ഒരു വ്യക്തിയിലൂടെ പുറത്തു വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവ മൂല്യത്തിൽ, മഹത്വത്തിൽ വേദങ്ങളെക്കാളും അല്പം പോലും പിറകിലല്ല. ആ രീതിയിലാണ് എൻ്റെ ഗുരുനാഥനായ തിരുஞான സംബന്ധർ ഞാൻ ചോദിക്കാതെ തന്നെ എൻ്റെ പക്വാനുസരണം ഉപദേശമൊഴികൾ അതതു സമയം എനിക്ക് നൽകിക്കൊണ്ടിരുന്നത്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് കിട്ടിയതല്ല. ഓരോ സമയത്ത് ഓരോ സംശയം ഉള്ളിൽ തോന്നും. അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ ആ സംശയം നീക്കിക്കൊടുക്കുകയും ചെയ്യും. എങ്ങനെ? ഈ പദ്യങ്ങളുടെ രൂപത്തിൽ. ആ വിധത്തിലുള്ള ഉപദേശ സമ്പ്രദായത്താലാണ് ഞാൻ സംതൃപ്തനായിട്ടുള്ളത്. ആ ഉപദേശങ്ങളും രീതിയുമാണ് ഞാനിവിടെ പ്രസ്തുത ഗ്രന്ഥത്തിൽ ഉള്ളടക്കം ചെയ്ത് വെളിപ്പെടുത്തിയിരിക്കുന്നതെന്ന സത്യവും നീ ധരിച്ചുകൊള്ളുക. തുടർന്നുള്ള പദ്യങ്ങൾ നമുക്ക് നാളെ വായിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.